നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട മനുവിൽ നിന്ന് നമ്മൾ തൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ പോവുകയാണ്. മനുവിനെ ചില നാളുകളായിട്ട് എനിക്ക് പരിചയമുണ്ട്. മനു നമ്മുടെ യുവാടെ പല മീറ്റിങ്ങിൽ നേരത്തെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി പറയാൻ വേണ്ടി ആദ്യമായിട്ടാണ് താൻ കടന്നു വരുന്നത്. മനുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ ജീവിതാനുഭവം, പ്രത്യേകിച്ചും കർത്താവ് നൽകിയ ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം, അതൊക്കെയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. വളരെ സ്നേഹത്തോടുകൂടെ മനുവിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. സുഖമായിട്ടിരിക്കുന്നേ മോനെ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് ജോയിൻ ചെയ്തത് അല്ലേ? പാമ്പാടി തന്നെയാണോ താമസിക്കുന്നത്? ഓക്കെ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ, എനിക്കിരിക്കട്ടെ. എനിക്കൊന്ന് ചില വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഒരു 2 വർഷമായി അല്ലേ മോനെ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്? ആസാദിയുടെ സാക്ഷ്യങ്ങളുടെ ഒരു ആരംഭ സമയത്ത് തന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു മനു സ്നാനപ്പെട്ടിട്ടില്ല, അതിനു മുമ്പ് തന്നെയാണ്. പക്ഷേ സൗഖ്യമായൊക്കെ വന്ന് ദൈവം വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് അല്ലേ? അതെ, വളരെ മുടക്കലുസായിട്ടുള്ളൊരു സാക്ഷ്യം. മനു സൗഖ്യമായി, ഒരു പുസ്തകം വായിച്ചാണ് സൗഖ്യമായത്. ആ പുസ്തകം മറ്റൊരാൾക്ക് വായിക്കാൻ വേണ്ടി കൊടുത്തു, അവരും സൗഖ്യമായി. അപ്പം നമ്മൾ വളരെ വ്യത്യസ്തതയുള്ളൊരു സാക്ഷ്യം ഇന്നത് കേൾക്കാൻ പോകുന്നത്. എന്നാൽ ഇന്ന് സ്നാനപ്പെട്ടു, ആത്മീക ശുശ്രൂഷയിലൊക്കെ പതിയെ ചുവടുകൾ വെക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ വചനമൊക്കെ പഠിക്കാൻ തുടങ്ങി അല്ലേ? അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയേ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചും നമ്മളായിരിക്കുന്ന ചർച്ചിനെ കുറിച്ചും ഇപ്പം ഏത് രീതിയിലാണ് കർത്താവിൻ്റെ വേലയിൽ പങ്കാളിയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല സന്ധ്യാശ്രയം ദൈവദാസന് നിങ്ങളോടുമൊപ്പം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ സർവശക്തനായ ദൈവം അവസരം തന്നതിനോട് ദൈവത്തോട് ഞാൻ നന്ദി സ്തുതിയർപ്പിക്കുകയാണ്. എൻ്റെ പേര് മനു ജോൺ. ഞാൻ കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന ദേശത്താണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ്റെ ഭാര്യ, ഞങ്ങൾ 5 പേരാണ്. ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ വേലയിലേക്കൂടെ ശക്തമായി ഇപ്പം മുൻപോട്ട് പോകുന്നു. കാരണം അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മയും കൂലിപ്പണിയാണ്. അനിയനും ഞാനും ടൈൽസിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൽ നിന്നും കർത്താവിൻ്റെ വേലയിലേക്ക് കൈപിടിച്ചു ഉയർത്തി ഇന്ന് ശക്തമായി ദൈവത്തിന്റെ വേലയുമായി അനേക ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ദൈവത്തിന്റെ വേലയിൽ അനേകരോട് സാക്ഷ്യം പറയുവാനും അതുപോലെ തന്നെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ കർത്താവിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അവർക്ക് ദൈവത്തോട് ഞാൻ നന്ദി സ്തുതിയർപ്പിക്കുകയാണ്. വളരെയേറെ സന്തോഷമുണ്ട് ഈ ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുവാൻ, നിങ്ങളോടൊപ്പം എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ പറയുവാനും എൻ്റെ ഭവനത്തെക്കുറിച്ച് എല്ലാം പറയുവാനും സാധിക്കും. ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. അതെ, അപ്പോൾ നമുക്ക് സാക്ഷ്യം ആദ്യം മുതലേ പറയാം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. നമ്മൾ കേൾക്കാൻ റെഡിയ, സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ. അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ചോദിക്കത്തുള്ളൂ. മോൻ കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ യുവാടെ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ട്, സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പിന്നീട് യൂട്യൂബിൽ അനേകർ ഈ വീഡിയോ കാണും. അവർക്കെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ. കർത്താവ് വിടുവിച്ച വിധങ്ങളെല്ലാം പറയാം. ഞാൻ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് ഇന്നാണ് കേൾക്കാൻ പോകുന്നത്. പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം. വളരെയേറെ സന്തോഷമുണ്ട് ഈ സന്ധ്യാസമയം നിങ്ങളോട് ഒരുമിച്ച് നിന്ന് എന്റെ സാക്ഷ്യം ഇതുപോലെ ഒരു ചാനലിൽ പറയുവാൻ സാധിച്ചതിൽ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതുപോലെ എന്റെ കർത്താവ് നടത്തുമെന്നുള്ളത്. കാരണം എന്റെ ഭവനത്തിൽ ഇരുന്ന് ടൈൽസിന്റെ വർക്കെല്ലാം ചെയ്ത് വീട്ടിൽ വന്ന് വീട്ടുകാരുമൊത്ത് ഇരിക്കുമ്പോഴും ഇങ്ങനെ ഒരു അവസരം ദൈവം തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച ഒരു വ്യക്തിയല്ല. എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും എനിക്ക് വളരെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു രോഗം എനിക്ക് വന്നത് കാരണം കർത്താവിനെ വളരെയേറെ അടുത്ത് അറിയുവാനും കർത്താവിന്റെ വേലയിൽ അനേകം സ്ഥലങ്ങളിൽ കൂടി അനേകരോട് സുവിശേഷം പറയുവാനും എനിക്ക് സാധിച്ചത് ഈ ഒരു ടെസ്റ്റ് മണിയിലൂടെ മാത്രം. കാരണം വളരെയേറെ കഷ്ടതയിൽ കൂടി പോയ വ്യക്തിയാണ്.
എന്റെ ഫാമിലിയെ പറ്റി ഞാൻ പറഞ്ഞു കാണുമല്ലോ. എന്റെ പിതാവും മാതാവും കൂലിപ്പണി ചെയ്ത് എന്നെയും എന്റെ സഹോദരനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നന്നേ ചെറുപ്പത്തിൽ അവര് ഒരുപാട് ഭാരം ചുമന്ന് വേല ചെയ്യുന്നത് കണ്ട് വളർന്ന വ്യക്തികളാണ് ഞാനും എന്റെ സഹോദരനും. അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കും ഞാനും സത്യം പറഞ്ഞ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കാരണം അതിനുശേഷം പിതാവിന്റെ കൂടെ ഞാനും ജോലിക്കായിട്ട് ഇറങ്ങി. കാരണം ഇവർ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ഭയങ്കര സങ്കടമായിട്ട് ഞാനും അവരോട് ജോലിക്കായിട്ട് മുമ്പോട്ട് പോയി. പിന്നീട് പഠനമെല്ലാം അവിടെ നഷ്ടപ്പെട്ടു. ഒരുപാട് കഷ്ടതയിൽ കൂടിയാണ് മുൻപോട്ട് പോയത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അന്നെല്ലാം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതുപോലെ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. പക്ഷെ 2019 അതിൽ നിന്നെല്ലാം മാറി ഈ വചനവും എടുത്ത് ഇറങ്ങുവാൻ ദൈവം അനുവദിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരിക്കുകയല്ല. കാരണം അതുപോലെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ, കർത്താവിനെ അറിഞ്ഞത് 2016 നടുവിനൊരു മുഴ വന്നിട്ട് അനേകം സ്ഥലങ്ങളിൽ കൂടി എന്റെ പിതാവും മാതാവും എല്ലാം എന്നെ കൊണ്ടുപോയി. അനേകം ഡോക്ടർമാരെ കാണിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലാതെ വേണ്ട, സാരമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അതവിടെ ഇരുന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, കാരണം വേദനയും ഇല്ല, ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് അതവിടെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. എന്റെ അമ്മ എന്നോട് പറഞ്ഞത് അത് വേണ്ട, അത് നമുക്ക് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, അമ്മയുടെ ആഗ്രഹം അല്ലേ എന്ന് പറഞ്ഞ് 2016 ആ സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുചെന്നു. അവിടെ കയറി സർജനെയൊക്കെ കാണിച്ചപ്പോഴേക്കും സർജൻ പറഞ്ഞു അത് കട്ട് ചെയ്ത് കളയാൻ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു മൈനർ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവിടുന്ന് നേരെ ഡോക്ടറെ അടുക്കൽ ചെന്ന് മൈനർ ഓപ്പറേഷനായിട്ട് ക്യൂ നിൽക്കുമ്പോഴേക്കും അവിടെ കാണുന്ന ഒരേ ഒരു കാഴ്ച, ഒരു വ്യക്തിയെ ഓപ്പറേഷൻ ചെയ്ത് വെളിയിലോട്ട് ഇറക്കുന്നത് ഞാൻ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ കാണും. അപ്പൊ ഞാൻ കാണുന്നത് ഒരു ഷുഗർ പേഷ്യന്റിന്റെ ഒരു അച്ചായന്റെ കാലിന്റെ വിരൽ കട്ട് ചെയ്ത് കളയുന്നു. ഇത് കണ്ടപ്പോൾ എന്നെ അതികഠിനമായി ഭയം വരും. ഞാൻ അവിടുന്ന് ഒറ്റ ഓട്ടം ഓടി. പിന്നെ സ്റ്റാൻഡിൽ വന്ന ഞാൻ, എന്റെ അമ്മ എന്റെ കൂടെ വന്നപ്പോഴേക്കും എന്റെ അമ്മ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, എന്ത് പറ്റി? അത് ഷുഗർ പേഷ്യന്റിന്റെ കാലല്ലേ കട്ട് ചെയ്ത് കാലം, അതവർക്ക് അതിന്റെ വേദനയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് വേണ്ട, അത് കണ്ടപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് എന്റെ അമ്മയെ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞ് അത് വേണോ? ഞാൻ പറഞ്ഞത് അത് വേണം, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരത്തില്ല. എന്റെ അമ്മ എന്നോട് തന്നെ പറഞ്ഞ കാര്യം, ഇനി നിന്നെ കൊണ്ട് ഞാൻ ഒരു ആശുപത്രിയിലും പോകത്തില്ല, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തോളാൻ പറഞ്ഞു. കുറെ കാലങ്ങൾ കഴിഞ്ഞ് 2018-19 ആ സമയമായപ്പോഴേ എല്ലാവരും എന്നോട് ചോദിച്ചു ഇതെന്താ ഈ നടുവിക്ക് മുഴ പോലെ നിൽക്കുന്നത് എന്ത്? കാരണം എന്താ, ഞാൻ ഇൻസേർട്ട് ചെയ്ത് പോകുമ്പോഴേക്കും ആ പുറഭാഗം തടിച്ചു നിൽക്കണായിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി, ഇതെന്താ വീർത്തിരിക്കുന്നതെന്ന് ചോദിച്ചു. എനിക്ക് തന്നെ തോന്നി എന്നാൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഞാൻ എന്റെ മാതാപിതാക്കൾ പറഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നെ കൊണ്ടുപോയി, ഇനി ഞങ്ങൾ വരത്തില്ല, ഇനി നീ തന്നെ പോയാൽ മതിയെന്ന്. അപ്പോഴേക്കും ഞാൻ എന്റെ അമ്മയുടെ സഹോദരന്റെ ഒരു പയ്യനെ വിളിച്ചു, നമുക്ക് ഇന്നപോലെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമുക്ക് പോയേക്കാം. അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിൽ ചെന്നു. അവര് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾ പാമ്പാടി ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. പാമ്പാടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവിടെ സർജറി കയറ്റി മുഴുവനും ചെക്ക് ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല, നമുക്കത് കട്ട് ചെയ്ത് കളയാം. ശരി, ആയിക്കോട്ടെ, ഇന്ന ദിവസം വരാൻ പറഞ്ഞു. ഞാനത് വീട്ടിൽ വന്ന് പറഞ്ഞു നമുക്ക് ഇന്ന ദിവസം പോകണം, തലേ ദിവസം തന്നെ അഡ്മിറ്റ് ആവണം. അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ അന്നേരം തന്നെ വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ആശുപത്രി ചെന്നു. എനിക്ക് മുൻപ് മൈനർ ഓപ്പറേഷനായി 3-4 പേരോളം അവിടെ ഇരിപ്പുണ്ട്. അവരെ എല്ലാവരെയും ആശുപത്രിക്ക് അകത്ത് കയറ്റി ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ അതിനുള്ളിലേക്ക് കയറ്റി അവരെ എല്ലാം 10 മിനിറ്റ് 20 മിനിറ്റ് സമയം പോലും എടുക്കുക, അന്നേരം തന്നെ കട്ട് ചെയ്ത് അവർക്കെല്ലാം ഇറങ്ങിപ്പോരാം വെളിയിലോട്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നടന്നകത്തേക്ക് കയറും, തിരിച്ച് ആ നടന്നു തന്നെ അവർ തിരിച്ച് പോരുന്നു. അവർ നടന്ന് തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്, അവർക്കൊരു കുഴപ്പമില്ല. ഏറ്റവും അവസാനം ഞാനാ കയറി. ഞാൻ കയറി 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും എന്നെ കാണുന്നില്ല. വെളിയിരുന്ന അമ്മ നോക്കി, കാരണം മുൻപേ കയറിയവരെല്ലാം 1/2 മണിക്കൂർ പോലും എടുത്തില്ല, അന്നേരം തന്നെ തിരിച്ചറിയിപ്പോൾ. പക്ഷെ അപ്പൊ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് അവിടെ അങ്ങോട്ട് നടന്നു കയറി എന്നെ തിരിച്ച്
ബെഡിൽ കമത്തി കിടത്തിക്കൊണ്ട് വരുന്ന. എന്റെ അമ്മ ചോദിച്ചു ഇതെന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നടുവിന് ഓപ്പറേഷൻ ചെയ്തിരിക്കുക, അതുകൊണ്ട് ട്യൂബ് ഇട്ടിരിക്കുക, അഴുക്ക് ബ്ലഡ് പോകണം, അതുകൊണ്ട് ഒരാഴ്ച ഇവിടെ കിടന്നേ പറ്റുമെന്ന്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാർഡിൽ എന്നെ കിടത്തി. എനിക്ക് മുമ്പേ പോയവരെല്ലാം ഓപ്പറേഷൻ ചെയ്ത ഭവനത്തിലേക്ക് പോയി, ഞാൻ മാത്രം ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാർഡിൽ ഒരാഴ്ചയോളം കിടക്കേണ്ട അവസ്ഥ. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ വാർഡിൽ ഇരിക്കുമ്പോൾ എനിക്ക് മുമ്പ് ഓപ്പറേഷനായി കയറുന്ന ഒരു വ്യക്തിയെ ഞാൻ അവിടെ പരിചയപ്പെട്ടു. ഒരു വിശ്വാസി പയ്യൻ. പാമ്പാടി ദേശത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഞങ്ങൾ അവിടെ നിന്ന് അല്പസമയം സംസാരിച്ചു. എന്നോടും ആ സഹോദരൻ സംസാരിച്ചു. എന്നോട് എവിടെയാ വീട്, എന്താ കാര്യം, എന്തൊക്കെ ചോദിച്ചു. ഞാനും അങ്ങോട്ട് ചോദിച്ചു. ആ പയ്യൻ പറഞ്ഞു, ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, എന്റെ കയ്യിലൊരു മുഴയുണ്ട്, അത് കട്ട് ചെയ്ത് കളയാൻ അവിടെ വലിയ പൈസയാണ്, അതുകൊണ്ട് ഇവിടെ ഞാൻ അവധിക്ക് വന്നപ്പോ കട്ട് ചെയ്ത് കളയാൻ വന്നു. ഞാനും പറഞ്ഞു എന്റെ നടുവിനൊരു മുഴയുണ്ട്, അത് കട്ട് ചെയ്ത് കളയാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. 10 മിനിറ്റോളം ഞാൻ ആ സഹോദരനുമായി സംസാരിച്ചു. ആ സഹോദരൻ എനിക്ക് നല്ലൊരു ബലമായി സംസാരിച്ചു. പക്ഷേ നമുക്കറിയാം, നമ്മൾ ആദ്യമായി ആരെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുമായി 2 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അവരുടെ ഭവനത്തിലേക്ക് പോകും, നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് പോകും, പിന്നെ നമ്മൾ തമ്മിൽ കാണത്തില്ല, പിന്നെ ഒരു കോണ്ടാക്ടിങ് കാണത്തില്ല. പക്ഷെ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ 10 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി ആ പയ്യനുമായി സംസാരിച്ചു. പക്ഷെ ആ പയ്യൻ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, ബ്രദറെ ഒന്നുകൊണ്ടും പേടിക്കാം, ബ്രദറിന്റെ നമ്പർ എനിക്കിതാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമായി. ആ നമ്പർ മേടിച്ചു. കാരണം എനിക്കറിയാം, നമ്പർ മേടിച്ചുകൊണ്ട് പോയാൽ എന്താ, വിളിക്കുമൊന്നുമില്ല, എല്ലാവരും ഇങ്ങനെയാ, നേരത്തെ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ആരും വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ. ആ ബ്രദർ അന്നേരം ഓപ്പറേഷൻ കഴിഞ്ഞ് ഭവനത്തിലേക്ക് പോയി. വൈകുന്നേരമായിട്ട് ആ ബ്രദർ എന്നെ വിളിച്ചു. എന്നെ മനസ്സിലായോ, ബ്രദറിന് മുമ്പ് ഓപ്പറേഷന് കയറിയ വ്യക്തിയാണ്, എങ്ങനെയുണ്ട് ഇപ്പോൾ, വീട്ടിലാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കണം, അതുകൊണ്ട് ഹാലലിയ അവിടെ കിടക്കേണ്ടത് കൊണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല, അഴുക്ക് ബ്ലഡ് പോകണം, ട്യൂബ് ഇട്ടേക്ക് വന്നു. ആ സഹോദരൻ ചോദിച്ചു, അങ്ങനെയാണോ? എന്നാ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആ സഹോദരൻ ഫോൺ കട്ട് ചെയ്തു. അന്ന് വൈകിട്ട് തന്നെ ആ സഹോദരൻ എന്നെ കാണുവാൻ വേണ്ടി ആ ഹോസ്പിറ്റലിലേക്ക് കയറി. ഞാനുമായി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കൈയുടെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് വല്ല വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല, ഞാൻ പറഞ്ഞു സഹോദരനെ കാണാൻ വേണ്ടി തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കാണാൻ? അതെ, അതെന്താ കുഴപ്പം, നമ്മൾ തമ്മിൽ നല്ലൊരു കൂട്ടല്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ അല്പനേരം സംസാരിച്ചത്. പക്ഷെ എന്തോ ഒരു സഹോദര ബന്ധമായി പോയി. എന്നെ അവിടെ വന്ന് കാണാനായിട്ട് വന്ന് ഞാനുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഒരാഴ്ച ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, കാര്യങ്ങളെല്ലാം റെഡിയായിക്കോളും. പിറ്റേ ദിവസം രാവിലെ ആ സഹോദരന്റെ വീട്ടിൽ നിന്നും എനിക്കുള്ള കാപ്പിയായിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് എന്നെ കാണാൻ വന്നു. ഞാൻ ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇത് സഹോദരന് കഴിക്കാനുള്ള കാപ്പിയാണ്. ഞാൻ ചോദിച്ചു ഇതെന്തിനാ? എന്റെ അമ്മ എപ്പോ ചോദിച്ചത്, മോനെ ഇതെന്തിനാ ഈ കാപ്പി കൊണ്ട് തരുന്നത്, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ സഹോദരൻ പറഞ്ഞ ഒറ്റ കാര്യം, ഈ ബ്രദറും ഞാനും ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾ 10 മിനിറ്റ് സംസാരിച്ചു. ഇന്നലെ വൈകിട്ട് ഞാൻ ഈ സഹോദരനെ കാണാൻ വന്നു. നമ്മൾ അല്പസമയം ഇരുന്ന് സംസാരിച്ചു. ആ ഒരു ബന്ധം മതിയെന്ന്. ആ ഒരു ബന്ധമാണ് ഇന്നിവിടെ എന്നെ രാവിലെ ഈ കാപ്പിയായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. എന്റെ അമ്മയോട് പറഞ്ഞ ഒറ്റ കാര്യം, ഒരാഴ്ച ഇവിടെ കിടക്കണം എന്നല്ല ഡോക്ടർ പറഞ്ഞു. ഈ ഒരാഴ്ച നിങ്ങൾക്കുള്ള വൈകിട്ട് വരെയുള്ള ആഹാരം ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നോളാം, ഇവിടുന്ന് അധിക ദൂരം ഇല്ല എന്ന് പറഞ്ഞു എന്റെ വീട്ടിലോട്ട്. നിങ്ങൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അന്നേരം ആ പെൺകുട്ടി ആ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടുണ്ട്. ആ നേഴ്സിനെ വിളിച്ചേച്ച് പറഞ്ഞ് എന്റെ സഹോദരനെ എന്തൊരാവശ്യമുണ്ടെങ്കിലും കൂടെ തന്നെ നിന്നോളം, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോണം. എനിക്കറിയത്തില്ല എന്താ ഈ നടക്കുന്നത്. പക്ഷെ ഒറ്റക്കാരില്ല, അപ്പോഴും നമ്മൾ കത്തോലിക്ക ബാഗിലോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സഹോദരൻ ആഹാരം എല്ലാം തന്നേച്ച് ആ സഹോദരൻ വീട്ടിൽ പിറ്റേ ദിവസം ആഹാരം കൊണ്ടിരുന്ന കൂട്ടി ആ സഹോദരന്റെ അമ്മയും എന്നെ കാണാൻ എന്നോട് പറഞ്ഞു, മോനെ എല്ലാം പെട്ടെന്ന് റെഡിയായിക്കോളുമല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. 3-ാമത്തെ ദിവസം എന്റെ ഓപ്പറേഷൻ ചെയ്തതിന്റെ റിസൾട്ട് ടെസ്റ്റിന് കൊടുത്തായിരുന്നു. അതിന്റെ റിസൾട്ട് ആ ഡോക്ടറുടെ കയ്യിലേക്ക് വന്നു.
ആ ഡോക്ടർ അന്നേരം പറഞ്ഞു, നേഴ്സിനോട് ഇന്ന കാര്യം പറഞ്ഞത്, ആ പയ്യന് ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ടെന്ന്. ആ സഹോദരി ആ പയ്യനോട് വിളിച്ചു പറഞ്ഞു, ആ മനു എന്ന് പറയുന്ന ആളുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും, ഒരു കാര്യമുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഡോക്ടർ പിറ്റേ ദിവസം എന്നെ കാണാൻ, ഡോക്ടറും ആ നേഴ്സും ഈ സഹോദരനും കൂടെ എന്നെ കാണാൻ എന്റെ അടുക്കൽ വന്നേച്ച് എന്നോട് പറഞ്ഞു, മനുമോനെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ, പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പോകാൻ കേട്ടോ. പക്ഷെ ഒരു കാര്യം, നമുക്കൊരു ഓപ്പറേഷൻ കൂടെ ചെയ്യണം, അതിവിടെ ചെയ്യാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്, ഞാൻ അവിടെ എല്ലാം പറഞ്ഞ് ക്രമീകരിച്ചിട്ടുണ്ടെന്ന്. തിരുവനന്തപുരത്തും എന്ന് കേൾക്കപ്പെട്ടപ്പോഴേക്കും എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചിന്ത ഓടി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഒറ്റ കാര്യം, ഡോക്ടറെ ക്യാൻസർ ആണോ എന്ന് ചോദിച്ചപ്പോഴേ ഡോക്ടർ എന്നോട് ചോദിച്ചു ഒറ്റ കാര്യം, അതെന്താ മോനെ അങ്ങനെ പറഞ്ഞു ചോദിച്ചു. അല്ല, എന്റെ ചിന്തയിൽ അങ്ങനെ ഒരു കാര്യം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്റെ അമ്മ അതിശയപ്പെട്ട് അടുത്ത് നിന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. ഡോക്ടർ പറഞ്ഞു, മോനെ ഒരു കുഴപ്പമില്ല, ഇതൊരു ആരംഭമാണ്, ഇപ്പൊ തന്നെ നമുക്ക് ചികിത്സ തുടങ്ങിയാൽ എല്ലാത്തിനും ഒരു മാറ്റം വരുമോ. എന്റെ അമ്മ ഓടിപ്പോയി ബാത്റൂമിൽ പോയി നിലവിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഓടി എന്റെ അമ്മയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് ശക്തമായി കരയും. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നോ. എനിക്ക് ചുറ്റും കിടന്ന ആളുകളെല്ലാം എന്നെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ആ ഫുഡെല്ലാം കൊണ്ടുവന്ന ആ സഹോദരൻ എന്നെ കാണാൻ എന്റെ അടുക്കൽ വന്ന് എന്നോട് ചോദിച്ചു, മനുവെ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു, ഇന്ന കാര്യമാണ്. ഡോക്ടർ പറഞ്ഞു, എനിക്ക് ക്യാൻസറിന്റെ ആരംഭമാണ്, അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകണം, ഓപ്പറേഷൻ ചെയ്യാൻ അവിടെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന്. ആ സഹോദരൻ എന്റെ തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞത്, നിനക്കൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല, നീ ഭയപ്പെടാതെ വിശ്വാസത്തോടു കൂടി ഇരുന്നാൽ മതി, നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന്. അന്ന് ആ സഹോദരൻ ഭവനത്തിൽ പോയി വൈകുന്നേരം കാപ്പി എനിക്ക് കൊണ്ടുവന്നു. എനിക്ക് കാപ്പി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു പൊതിയുമായി എന്റെ അടുക്കൽ വന്നു. ആ പൊതി എന്റെ കയ്യിലേക്ക് നിന്ന് എന്നോട് പറഞ്ഞു, ഇത് നിനക്കുള്ളതാ, ഇത് നീ എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബ്രദറെ എന്താ ഇത്, കാപ്പിയുടെ കൂടെ കഴിക്കാൻ വല്ലതാണെന്ന് ചോദിച്ചപ്പോൾ ആ ബ്രദർ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഇത് നിനക്ക് കഴിക്കാനുള്ളത് തന്നെ, നീ എടുത്തു തുറന്നു നോക്കാം. ഞാൻ തുറന്നു നോക്കിയപ്പോഴേക്കും ഒരു കൊച്ചു ബൈബിൾ, അന്ന് സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ എന്റെ കൈകൊണ്ട് തുറന്നു. ഞാൻ ആ പുസ്തകം കയ്യിലെടുത്ത് പിടിച്ചു, എന്റെ കയ്യിലെടുത്ത് ഈ പുസ്തകം എന്റെ കയ്യിലോട്ട്. അന്ന് ആ ബ്രദർ തന്ന പുസ്തകമായിരുന്നു. ഇതെന്റെ കയ്യിലേക്ക് ആ ബ്രദർ തന്നിട്ട് എന്നോട് പറഞ്ഞു ഒറ്റ കാര്യം, ഞാൻ പറയുന്നത് നീ പറയാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ പറയാം, എനിക്കൊരു കുഴപ്പവുമില്ല. കാരണം എനിക്ക് ഭയങ്കര ഭയമായിപ്പോയി. കാരണം എന്താ, എന്റെ അമ്മയുടെ സഹോദരി എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന വ്യക്തി. ആ സഹോദരി ക്യാൻസർ ബാധിച്ച് മരിച്ചിട്ട് 3-4 വർഷമായതേ ഉള്ളൂ. ആ സഹോദരി ക്യാൻസർ ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിൽ കിടക്കുമ്പോൾ ഞാൻ എന്റെ അമ്മയും ഒക്കെ കൂട്ടുകിടക്കും. ആ ആന്റി കാണിക്കുന്നത് കണ്ടു നിന്നാൽ സഹിക്കത്തില്ല. അതുപോലെ വേദനയും കഷ്ടതയിൽ കൂടി ആ ആന്റി പോയത്. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കയറി വന്നത്, നാളെ എന്റെ ഒരു അവസ്ഥയും ഇതുപോലെയായിരിക്കും. ഞാനും എന്റെ പിതാവും ആ സഹോദരനും എല്ലാം ഇതുപോലെ മെലിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ്. ഇനി ഇതിലും കൂടുതൽ മെലിഞ്ഞു നിന്ന് എല്ലും കോലും പോലെയായ ഇതുപോലെ വേദന സഹിച്ചില്ല. എന്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ബ്രദർ പറയുന്നത് പോലെ ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, മനു ഞാൻ പറയുന്നത് ഏറ്റു പറയാം, കർത്താവായ യേശുവിനെ ഞാൻ രക്ഷകനും ജീവനുമായി ഏറ്റെടുക്കുന്നു. ഞാൻ അതുപോലെ തന്നെ ആ ബ്രദർ പറഞ്ഞു, കർത്താവായ യേശുവിനെ ഞാൻ രക്ഷകനും ജീവനും ദൂതനുമായി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആ ബ്രദർ പറയാത്ത ഒരു കാര്യം എന്റെ ഹൃദയത്തിൽ, എന്റെ കഴുത്തിൽ വലിയൊരു കൊന്തയുണ്ട്. ഞാൻ അതാ ബെഡയിലോട്ട് ഊരി അങ്ങ് വെച്ച് ഞാൻ പറഞ്ഞു, എന്റെ അപ്പ, ഞാൻ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് വരും, തിരുവനന്തപുരം RCCയിലേക്ക് പോകണമെന്നാ പറഞ്ഞു. അവിടെ ചെന്ന് അവർ പരിശോധിച്ച് നോക്കുമ്പോൾ ക്യാൻസർ എന്ന രോഗം എനിക്കില്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ വേലയുമായി ഇറങ്ങിക്കൊള്ളാമെന്ന് ആ ബെഡിലിരുന്നു ഞാൻ കർത്താവുമായി ഒരു ഉടമ്പടി വെച്ചു. ആ ബ്രദർ എനിക്ക് തന്ന ആ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ തന്നെ ഞാൻ എഴുതി,
ഞാൻ മനു, ഇന്ന് 6/3/2020 വെള്ളിയാഴ്ച ഇന്ന് ഞാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. എന്റെ ദൈവം എന്നെ വിടുവിച്ചാൽ, എന്റെ അസുഖത്തെ എടുത്തു കളഞ്ഞാൽ, എനിക്ക് സുഖം പ്രാപിച്ചാൽ, എന്റെ ഇനിയുള്ള ജീവിതം ഞാൻ എന്റെ ദൈവത്തിനായി സമർപ്പിക്കും. ലോകമെമ്പാട് പോയി സകല ആളുകളെയും ശുശ്രൂഷിച്ചും ദൈവത്തിന്റെ വേല ചെയ്തും എന്റെ സാക്ഷ്യം അനേകരോട് പറയും. ഇനി കർത്താവിന്റെ വേലയിൽ ഞാൻ നിന്നോളാമെന്ന് ഞാൻ അന്ന് അവിടെ ഇരുന്നു എന്റെ കയ്യിരുന്ന പേന കൊണ്ട് ആ സഹോദരൻ എനിക്ക് തന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടു. ആ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ ഞാൻ ആ ഡേറ്റ്, എന്നെ കർത്താവായ യേശുവിനെ ഞാൻ രക്ഷകനും ജീവൻ പൂതനമായി ഏറ്റെടുത്ത ആ ദിവസവും ആ ഡേറ്റും ആ വർഷവും അന്ന് ഞാൻ ആ പുസ്തകം എടുത്തു എന്റെ അമ്മയോട് പറഞ്ഞ ഒറ്റ കാര്യം: അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ദൈവം നമ്മളെ മാറ്റും, കർത്താവ് എന്റെ അസുഖത്തെ മാറ്റും. ആ വാർഡിൽ നിന്ന് ഡോക്ടർ കയറി വന്നു എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം: നാളെ ഞായറാഴ്ച, നാളെ രാവിലെ തന്നെ നിങ്ങൾ പോകും, തിങ്കളാഴ്ച നിങ്ങൾ തിരുവനന്തപുരം RCCയിലേക്ക് പോകണം. ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടോ. ഞായറാഴ്ച രാവിലെ ഞാൻ എന്റെ ഭവനത്തിൽ വന്നു. എന്റെ വീട്ടിൽ വന്ന് എന്റെ പിതാവ് വീടിന്റെ തിണ്ണ ഇരുന്നുറങ്ങും. എന്റെ അമ്മ വീടിന്റെ അടുക്കളയിൽ ഇരുന്ന് ആഹാരം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അകത്തെ മുറിക്കകത്തിരുന്നു ഞാൻ വളരെയേറെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്റെ അവസ്ഥ നാളെ എന്തായിരിക്കും? നാളെ എല്ലാവരും എന്നെ രോഗിയായിട്ടല്ലേ കാണത്തുള്ളൂ. ഇന്നലെ വരെ എല്ലാ കാര്യത്തിനും വിളിച്ച ഇന്ന് എന്നെ എല്ലാവരും മാറ്റി അകറ്റി നിർത്തുന്ന ഒരു ദിവസമായി ഇനി മുൻപോട്ട് വരാൻ പോകുന്നു. എല്ലാവരും ഒരു സഹതാപത്തോടും സങ്കടത്തോടും എന്നെ കാണത്തുള്ളൂ. അങ്ങനെ കാണാൻ ഇനിയുള്ള കാലം വേണ്ട. ഒറ്റ കാര്യമേ ഉള്ളൂ: എന്റെ ഈ ജീവനെ ഞാൻ അങ്ങ് കളയുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് ഞാനൊരു ചിന്ത എന്റെ ഭവനത്തിന്റെ മുറിക്കകത്തിരുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ: ആത്മഹത്യ ചെയ്യാം എന്ന് വിചാരിച്ച അതൊരു കൊതിയാണ്. കാരണം എന്റെ ചെവിയിൽ വേറെ ഒരു ശബ്ദവും കേൾക്കാതെ നീ ആത്മഹത്യ ചെയ്യണം, നീ ആത്മഹത്യ ചെയ്തു, നീ ആത്മഹത്യ ചെയ്യണം എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കാരണം എന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കടന്നു കിടക്കും. ആ ആത്മഹത്യ ചെയ്യണം, അതായിരുന്നു എന്റെ മനസ്സ്. എന്റെ സഹോദരൻ ആരൊക്കെയോ പറഞ്ഞു ഈ കടച്ചക്ക അല്ലെ അങ്ങനെ ഒരു ചക്ക, മുള്ളാത്ത അങ്ങനെ ഒരു ചക്ക ഇതുണ്ട്, ഒരു പഴമുണ്ട്, അത് കഴിച്ച ആ രോഗം മാറും എന്ന് പറഞ്ഞ് എന്റെ സഹോദരൻ ഏതോ വീടുകളിലൊക്കെ ആ ഫ്രൂട്ട്സ് തേടിപ്പോയത്. വേറെ ആരുമില്ല, അമ്മ അടുക്കളയിരിക്കുന്നു, അച്ഛൻ തിന്നെ ഇരുന്ന് ഉറങ്ങുന്നു. ഒരാഴ്ച ഉറക്കളച്ച് ഞാൻ മുറിക്കകത്തിരുന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഇന്നലെ വരെ സന്തോഷവും സമാധാനമായിരുന്നു ഈ വീട്ടിൽ. എന്റെ അമ്മയ്ക്കും അവനിയനും എന്റെ അപ്പനും ഒരു ബാധ്യതയായിട്ട്, ഒരു രോഗിയായിട്ട്, അവർക്കൊരു ശാപമായിട്ട് ഇനി ഇങ്ങനെ കിടക്കണ്ട, ഇപ്പോൾ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഞാൻ മുറിക്കകത്ത് കയറി ആത്മഹത്യ ചെയ്യാൻ അവിടെ കിടന്ന ഒരു തുണി എടുത്ത് ഫാനിലോട്ട് കെട്ടുന്നു. എനിക്കറിയത്തില്ല, പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു: എന്റെ രോഗത്തെ സൗഖ്യമാക്കിയാൽ ഞാൻ നിന്റെ വചനം എടുത്ത് ഞാൻ ഇറങ്ങി, നിന്റെ വേല ഞാൻ ചെയ്തോളാമെന്ന് കർത്താവുമായി ഒരു ഉടമ്പടി ഞാൻ വെച്ചത്. ഞാൻ കർത്താവിനോടൊരു വാക്ക് പറഞ്ഞു. പെട്ടെന്ന് എന്റെ ശ്രദ്ധ ആ സഹോദരന്റെ എനിക്ക് തന്ന ആ വേദപുസ്തകത്തിലേക്ക് എന്റെ ശ്രദ്ധ മാറി. ഞാൻ പെട്ടെന്ന് ആ മുറിക്കകത്തുനിന്നെടുത്ത് ആ വേദപുസ്തകം എടുത്ത് അവിടെ ഇരുന്ന് കരഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പനുമായി ഒരു ഉടമ്പടി വെച്ചു. അതിനിടയ്ക്ക് ഞാനിപ്പോ എന്റെ ജീവനെ കളയാമെന്ന് ഞാൻ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ: കർത്താവായ യേശു ദൈവം നമുക്ക് തന്ന ജീവനെ അത് അവന് മാത്രമേ എടുക്കാൻ സാധിക്കൂ. അത് നമുക്ക് കളയുവാൻ ഒരു അധികാരവും. ഈ ജീവൻ പോലും നമുക്ക് സ്വന്തമല്ല. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ എന്റെ അമ്മ അടുക്കളയിൽ നിന്ന് ഓടി മുറിക്കകത്തോട്ട് കയറി വന്നു. എന്റെ അമ്മ ഓടി കയറി വന്നപ്പോഴേക്ക് എന്റെ അമ്മയോട് ഞാൻ ചോദിച്ചു: അമ്മ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ എന്റെ അമ്മ പറഞ്ഞു: ഇല്ല, ഞാൻ ആ അടുക്കളയിൽ ഇരുന്നപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി, പെട്ടെന്ന് നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന്, ഞാൻ അതുകൊണ്ട് ഓടി കയറി വന്നതാണെന്ന്. ഞാൻ പറഞ്ഞു: കർത്താവായ ദൈവം അമ്മയുടെ ഹൃദയത്തിൽ തോന്നിച്ചതാണ്. കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയായിരുന്നു. ഈ ജീവിതത്തെ കളയാൻ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോകാൻ ഞാൻ വിചാരിച്ചു. ഇത് കണ്ടോ, ഈ ഫാനിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് എന്റെ ജീവനെ കളയാൻ പോവുകയായിരുന്നു. എന്റെ അമ്മ ആ മുറിക്കകത്ത് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ ഒറ്റ കാര്യം: വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ 6 വർഷം ഞങ്ങൾ കരഞ്ഞു. 6ാമത്തെ വർഷം ദൈവമായിട്ട് ഞങ്ങൾക്ക് നിന്നെ തന്നത്. ഏത് രോഗം വന്നാലും, ഏത് കഷ്ടത വന്നാലും, ഞങ്ങളുടെ ജീവൻ പോകുന്നോളം വരെ ഞങ്ങൾ നിന്നെ നോക്കും.
എന്നാലും നീ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത് മോനെ. ഞാൻ പറഞ്ഞ അമ്മ ഇല്ല, എന്റെ ആ പുസ്തകം ആ സഹോദരൻ എനിക്ക് തന്നപ്പോൾ ഞാൻ ദൈവമായി ഒരു ഉടമ്പടി വെച്ചു. പെട്ടെന്ന് അത് എന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ ഇനി ഒരിക്കലും ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്തില്ല എന്ന്. അവിടുന്ന് നേരെ പിറ്റേ ദിവസം തിരുവനന്തപുരം RCCയിൽ ചെന്ന് അവിടെ ചെന്ന് ആ ആശുപത്രിക്കുള്ളിലേക്ക് കയറിയപ്പോ എന്റെ ഹൃദയം വലുതാക്കാൻ കാരണം മറ്റൊന്നുമല്ല, ക്യാൻസർ എന്ന രോഗം ബാധിച്ച് പല പല കുഞ്ഞുങ്ങളും പല പല ആളുകളും ശരീരത്തിന്റെ പല ഭാഗം ഇല്ലാതെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു തടിച്ചൊരു മുഴ വന്ന് ആ മുഴ വന്ന് അതും കാണിക്കാൻ വേണ്ടി നമ്മളവിടെ ചെന്ന് ഒരു വേദനയോ ഒരു പ്രശ്നമോ നമ്മുടെ ശരീരത്തിൽ അവരെ കണ്ടപ്പോൾ നമുക്കത് ഭയങ്കര ഒരു സങ്കടം. ഞാൻ ആശുപത്രിയിലേക്ക് ക്യൂ ആയി നിന്ന് അകത്ത് കയറി ഡോക്ടറെ കണ്ടപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ, നിങ്ങൾ പഴയ ആശുപത്രിയിലെ ഡോക്യുമെന്റ്സുകളൊന്നും ഞങ്ങൾ ഇവിടെ എടുക്കത്തില്ല, ഇവിടെ ഞങ്ങൾ ആദ്യം തൊട്ട് പരിശോധിക്കും. തലമുടി നാര് മുതൽ കാൽപാദം വരെ ശരീരത്തിനകത്തും പുറത്തും മുഴുവനായി പരിശോധിച്ചിട്ട് ഞങ്ങൾ ചികിത്സ തുടങ്ങത്തുള്ളൂ. അങ്ങനെ അവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പാമ്പാടി ആശുപത്രിയിൽ നിന്നും എന്നെ ഉപേക്ഷിച്ച് ക്യാൻസർ ആണ് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ RCCയിലേക്ക് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് എല്ലാം അവർ കാണിച്ചു. അവിടെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ്, ആ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കി, അതെല്ലാം ചെക്ക് ചെയ്ത് അതിൽ ആ ക്ലാസ് ഇട്ടിട്ട് നോക്കിയപ്പോഴും അതിൽ കാണിക്കുന്നുണ്ട് മനുവിന് ക്യാൻസർ ആണ്, ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് ക്യാൻസർ എന്ന രോഗം, അതുകൊണ്ട് ഉടനെ തന്നെ ചികിത്സ തുടങ്ങും. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇവിടെ ആദ്യം തൊട്ട് അവർ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ടെസ്റ്റിങ്ങിലും അവർക്ക് മനുവിന് ക്യാൻസർ ആണെന്ന് തന്നെ കാണിച്ചു. അവർ ടെസ്റ്റ് ചെയ്ത് ആ ചെക്കപ്പ് ചെയ്ത് അവർ ആ ടെസ്റ്റ് ചെയ്ത പേപ്പർ വന്നു. എല്ലാ റിസൾട്ടിലും മനുവിന്റെ നടുവിന് ക്യാൻസർ ആണ്, ആ മുഴയ്ക്കകത്ത് ക്യാൻസർ, ചികിത്സ ഉടനെ തന്നെ തുടങ്ങണം. ഡോക്ടർ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, ഇനി മുന്നോട്ട് വെയിൽ കൊള്ളരുത്, ഒരു ജോലിക്കും പോകരുത്, ഇനി ആശുപത്രിയിലോട്ട് വരുമ്പോൾ വാഹനത്തിൽ കയറി വാഹനം പിടിച്ചേ വരാവൂ, കാറിലേ വരാവൂ, വെയിൽ ഒരിക്കലും കൊള്ളരുത്, നല്ലപോലെ ആഹാരം കഴിച്ചോ, നല്ലപോലെ ഉറങ്ങിക്കോണം. ഒരു 2-3 മാസം കഴിയുമ്പോൾ ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരും, നമുക്ക് ചികിത്സ ഉടനെ തന്നെ തുടങ്ങാമെന്ന് അന്നേരം എന്നെ ഭവനത്തിലേക്ക് പറഞ്ഞിട്ട് 3ാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് RCCയിൽ നിന്ന് എന്നെ വിളിച്ചു. മനു അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. 10 രൂപ കയ്യിലെടുക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന സമയത്ത് എന്റെ സഹോദരൻ, എന്റെ അനിയൻ അവന്റെ കൂട്ടുകാരന്റെ ബൈക്ക് മേടിച്ച് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, ഈ ബൈക്കിന്റെ പുറകിലിരുന്നു നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. നിങ്ങൾക്കറിയാം, നമുക്കൊരു ബൈക്കിന്റെ പുറകിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ രോഗിയായ എന്നെ കൊണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം RCC വരെ എന്റെ സഹോദരൻ ആ പൊരി വെയിലത്ത് എന്നെ പുറകെ ഇരുത്തി ബൈക്കിൽ സഞ്ചരിച്ചു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, നമ്മൾ ബൈക്കിനാ വന്നെന്ന് ഡോക്ടറോട് പറയരുത്, കാരണം ഡോക്ടർ വെയിൽ കൊള്ളരുത്. അവിടെ നിന്ന് നേരെ ഡോക്ടറുടെ റൂമിലേക്ക് കയറിച്ചു. എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടി ഇന്ന ദിവസം വരണമെന്ന് പറഞ്ഞു. മോനെ മാറ്റമൊന്നുമില്ല, ക്യാൻസർ തന്നെയാണ്, അവർക്ക് പറ്റിയിട്ടൊന്നുമില്ല, ഇവിടെ പരിശോധിച്ചപ്പോഴും ക്യാൻസർ തന്നെയാണ്. പക്ഷെ എന്നെ വളരെയേറെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം, എനിക്ക് ക്യാൻസർ വന്നതില്ല. കാരണം എന്റെ ഈ ദേശത്ത് ഏതൊരാൾക്കും ഏത് രാത്രിയിലും ആണെങ്കിലും ഏത് പകലാണെങ്കിലും ഏത് വിശേഷ ദിവസവും മരണ ദിവസവും ആശുപത്രി കേസ് എന്ത് കാര്യമാണെങ്കിലും ഞാനും എന്റെ സഹോദരനും എല്ലാ നേരത്തും ഓടിച്ചിരുന്നു. ഏത് പാതിരാത്രിയിലാണെങ്കിലും ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ, നാട്ടിലുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്ന വ്യക്തിയാണ്. എന്റെ വീടിന്റെ രാത്രി 7 മണിയാകും എന്റെ ഭാഗത്തുള്ള പിള്ളേര് കൂട്ടുകാര് മദ്യപാനമൊന്നുമല്ല, അവർ ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭവനത്തിൽ വരും. ഞങ്ങളുടെ അമ്മ പറയും, മനു ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞ ഒറ്റ കാര്യം, അമ്മ ഒരാവശ്യം വരുമ്പോ ബന്ധുക്കളും സ്വന്തക്കാരും കാണുക, നമുക്ക് കൂട്ടുകാരും മാത്രമേ കാണുള്ളൂ. എന്റെ അമ്മ പറഞ്ഞ ഒറ്റ കാര്യം, നിനക്കൊരവസരം വരും, അപ്പൊ നിനക്കത് മനസ്സിലാകുന്നത്. 1 മണി 2 മണി വരെ എന്റെ കൂട്ടുകാർക്ക് രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഇരിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അതുപോലെ നല്ല സ്വാതന്ത്ര്യമായിരുന്നില്ല. പക്ഷെ എനിക്കൊരവസരം വരും എന്ന് എന്റെ അമ്മ പറഞ്ഞു. ആ 2019 എനിക്ക് ആ അവസരം വന്ന പാമ്പാടി ആശുപത്രിയിൽ ഞാൻ
പാമ്പാടി ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ കിടന്നപ്പോൾ RCCയിലേക്ക് പോകുമ്പോൾ, പാമ്പാടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ എന്റെ ഈ പറഞ്ഞ കൂട്ടുകാര് ഒന്ന് വിളിച്ചു ചോദിക്കണ്ട, ഒന്ന് കാണാൻ വരണ്ട, കാണാൻ വന്നാൽ എന്തെങ്കിലും എനിക്ക് തരേണ്ടി വരും. ഇതെല്ലാം പോട്ടെ, എന്റെ ഭവനത്തിൽ തിണ്ണയിൽ ഞാൻ ഇരിക്കുമ്പോൾ, എന്റെ ഭവനത്തിന്റെ തിണ്ണയിൽ ഇരുന്ന മറ്റേ കൂട്ടുകാരുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ്. അവരാ തിണ്ണയിൽ ഇരിക്കും. അവിടെ ഇരുന്നൊന്ന് ചോദിക്കാം, മനു നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് ക്യാൻസർ ആണെന്നല്ലേ പറഞ്ഞു, നമ്മ എങ്ങനെയൊക്കെ ഉണ്ട്, ഡോക്ടർ എന്താ പറഞ്ഞതെന്നെങ്കിലും ചോദിക്കാം. ആരും എന്നോട് അതേക്കുറിച്ച് സംസാരിച്ചില്ല. എനിക്ക് വളരെയേറെ സങ്കടമായി പോയി. എനിക്ക് രോഗം വന്നതില്ല. എന്റെ അമ്മ അറിഞ്ഞ ഒറ്റ കാര്യം, നിനക്കൊരു അവസരം വരും, കൂട്ടുകാരുടെ വേലയാണ്. അന്നേ നീ ഞാൻ പറഞ്ഞ കാര്യം ഓർത്തു. ഞാൻ എന്റെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ അപ്പൊ ചിന്തിച്ചു. ഒരു കൂട്ടുകാരോ സഹോദരങ്ങൾ ആരും എന്നെ കാണാൻ. എന്റെ അമ്മ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ അന്ന് നിന്നോടൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ നിനക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കാം, ഒരു കുഴപ്പമില്ല, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. കാരണം വളരെയേറെ സങ്കടമായിപ്പോയിരിക്കും. ഒരുപാട് കൂട്ടുകാർക്ക് വേണ്ടി ജീവിച്ച, പക്ഷെ ഒരു ആപത്ത് വന്ന് ഒരു കുഴിയിൽ വന്ന് വീട് കിടന്നു. സഹായിക്കാനോ ഒക്കെ ഒന്ന് ആശ്വാസവാക്ക് പറയാനോ ഒരാരും. പക്ഷെ അവിടെ ഞാൻ തളർന്നു പോയി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതി കുറച്ച് ദൈവദാസന്മാർ ആ ദേശത്ത് വഴി വന്ന് അവർ എന്റെ ഭവനത്തിൽ വന്ന് എന്റെ കാര്യങ്ങൾ കേട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1-2 ബ്രദർമാരുമായിട്ട് പരിചയപ്പെട്ടു, 1-2 ദൈവദാസന്മാരുമായി പരിചയപ്പെട്ടു. അവർ പല പല വിശ്വാസികളായ ബ്രദർമാരോടും ആൾക്കാരോടും പറഞ്ഞു. പിന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂട്ടുകാരും വരുന്നതിനേക്കാളും കൂടുതൽ അവർ വരാത്ത ഭവനത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതി കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന എന്റെ ഭവനത്തിലോട്ട് എന്റെ പള്ളിക്കാർ പോലും എന്റെ ഭവനത്തിൽ വരാത്തപ്പോഴും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതി വെള്ള വസ്ത്രങ്ങളും കയ്യിൽ ഈ വേദപുസ്തകം പിടിച്ച ദൈവദാസന്മാരും ബ്രദർമാരും അമ്മാമ്മമാരും എന്റെ ഭവനത്തിലേക്ക് കയറി വന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, കുഞ്ഞെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കർത്താവായ യേശു നിന്നെ സൗഖ്യമാണ്, നീ ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. ഒട്ടും പ്രതീക്ഷിക്കാതെ പറയുന്നൊരു ദൈവദാസൻ എന്നെ കാണാം. എന്റെ അടുക്കൽ വന്ന് എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ പറയ ഒരു സാധനം തരാം, നീ അത് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കാമോ. അന്ന് ആ സഹോദരൻ ആ ബ്രദർ എന്റെ കയ്യിൽ തന്നൊരു പുസ്തകമാണ്, PG വർഗീസ് പാസ്റ്ററുടെ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞ പുസ്തകം. ഞാൻ ആ പാസ്റ്ററെ TV കണ്ടിട്ട് പോയി. എനിക്ക് ആ പാസ്റ്ററെ അറിയത്തില്ല, ആ വ്യക്തി അറിയത്തില്ല. കാരണം അതുപോലെ വലിയൊരു പാസ്റ്റർ നമ്മുടെ ഈ നാട്ടിലൊന്നും വരുന്നില്ല. അതൊക്കെ TV-യിലൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ് PG വർഗീസ് പാസ്റ്റർ. ആ പാസ്റ്റർ ഒരു പുസ്തകമാണ്, ഈ പുസ്തകം നിന്റെ തരാം, ഇത് നീ വായിച്ചാൽ മതി, ദൈവം നിന്നെ സൗഖ്യമാക്കുക. ഒരു മാസിക പോയിട്ട് ഒരു പേപ്പർ എഴുതിയിരിക്കുന്ന ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്നത് പോലും വായിക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാനൊരു ഈ പുസ്തകം വായിക്കാൻ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നാളെ നിങ്ങൾ ടെസ്റ്റിനായിട്ട് പോവാൻ, ഓപ്പറേഷന്റെ ഡേറ്റ് മേടിക്കാൻ പോവാൻ പോകുന്ന വഴിക്ക് വാഹനത്തിൽ പോകുമ്പോഴേക്കും ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നോളാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പിറ്റേ ദിവസം ഒരുങ്ങി എന്റെ സഹോദരൻ, എന്റെ കസിൻ സിസ്റ്ററും എല്ലാം കൂടി ഞങ്ങൾ 5 പേരടങ്ങുന്ന ആളുകൾ ഞങ്ങൾ ഇവിടുന്ന് ബസ്സിന് കയറി തിരുവനന്തപുരം RCCയിലേക്കും എന്റെ മാതാപിതാക്കളെ കൊണ്ടുപോയില്ല. ഞങ്ങൾ ചെല്ലുന്നത് ഓപ്പറേഷന്റെ ഡേറ്റ് മേടിക്കാൻ. ഞാൻ ഇവിടുന്ന് പോയി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് മുമ്പേ നിരന്ന് നിൽക്കുക ആൾക്കാർ ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടി ഡോക്ടറെ. അവസാനമായി ഞാൻ നിൽക്കും. ഞാനിങ്ങനെ നിൽക്കുമ്പോഴേക്കും അനേകം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്റെ സഹോദരന്മാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തു. എനിക്ക് മടുപ്പായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എവിടെ നോക്കിയാലും പല രോഗികളാണ്, ഇപ്പൊ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തികളാണ്. ഇത് കാണുമ്പോൾ എന്റെ മനസ്സ് തന്നെ ഭയങ്കര. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ആ ഒരു ബ്രദർ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നിട്ട് ആ പുസ്തകം ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. ആ PG വർഗീസ് പാസ്റ്റർ ആ പുസ്തകം എടുത്ത് 1-2 പേജ് വായിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സ് മടുത്തു. ഞാൻ ആ പുസ്തകം അത് അവിടെ നിലത്തോട്ട് വെച്ചു. പിന്നെ അല്പനേരം ഇരുന്നപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ പിന്നെ തോന്നി, എന്തായിരിക്കും ആ പുസ്തകത്തിൽ ഒന്ന് വായിച്ചേക്കാന്ന് വിചാരിച്ചു. ഞാൻ വായിച്ചു നിർത്തിയതിന്റെ 3-ാമത്തെ പേജ് മറിച്ചപ്പോ അതിൽ 4 വാക്യങ്ങൾ, കർത്താവായ യേശു നിന്നെ സൗഖ്യമാണ്, നിന്റെ രോഗത്തെ സൗഖ്യം, നിന്റെ മുഴകളെ ദൈവം സൗഖ്യമാക്കും. അവസാനത്തെ വാക്ക് എന്റെ ഹൃദയത്തിൽ, നിന്റെ ക്യാൻസർ ദൈവം പൂർണ്ണമായി എടുത്തു. എനിക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ 4 വാക്കുകൾ എന്റെ ഹൃദയത്തെ വെച്ചു. 69 പേജുള്ള ആ പുസ്തകം അവിടെ ഇരുന്ന് ഞാൻ ഒറ്റയടിക്കിരുന്ന് വായിച്ചു. ചെറിയൊരു പുസ്തകമാണ്, അതിരുന്ന് ഞാൻ വായിച്ചു. ഞാൻ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. എന്റെ സഹോദരൻ എനിക്ക് കൊണ്ടുതന്ന ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം,
ആ നാരങ്ങ വെള്ളം കുടിക്കാതെ ഞാൻ എന്റെ കൈ പിടിച്ചേക്കുക. ഈ പുസ്തകം വായിച്ചങ്ങോട്ട്, ആ പുസ്തകത്തിന്റെ അവസാനത്തെ പേജ് വായിക്കുമ്പോഴേക്കും വായിച്ചു തീർന്ന ആ പുസ്തകം മടക്കിയപ്പോൾ അകത്തുനിന്ന് ഡോക്ടർ വിളിച്ചു, ആ മനു അകത്തേക്ക് കയറി വന്നു. ഞാൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഒരുപാട് ഡോക്ടർമാർ ഇങ്ങനെ നോക്കിയിരിക്കും, ഒരുപാട് ആളുകൾ നോക്കിയിരിക്കും. എന്നെ കാണുന്നത് എന്തോ ഒരു ഇതുപോലെ കാണും. ഞങ്ങൾ അകത്തോട്ട് കയറി ചെന്നു. അവർ പേപ്പർ എല്ലാം നോക്കി. ഓപ്പറേഷന്റെ ഡേറ്റ് വേണ്ടി വന്നതല്ലേ എന്ന് പറഞ്ഞു. അതേ നോക്കി. ഒരു ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയം. എന്റെ സഹോദരൻ പറഞ്ഞു, എന്താ ഡോക്ടർ, എന്താ കാര്യം എന്ന് പറഞ്ഞു. എന്താ ഡോക്ടർ, എന്താ കാര്യം? ഇനിയിപ്പം ഞങ്ങൾ ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടി വന്നേ, ആ ഡേറ്റ് എന്താ പറഞ്ഞു. ഞങ്ങൾ അന്ന് വരാം എന്ന് പറഞ്ഞു. അതല്ല, ഞങ്ങൾ വേറെ ഒരു കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പറെല്ലാം മാറ്റി. വെളിയിലേക്ക് ഒരാൾ പോകുന്ന, തിരിച്ച് 3-4 ഡോക്ടർമാർ അകത്തേക്ക് കയറി വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കും. എനിക്കും ഭയമായി. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടർ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ, മനു ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ പറയാം, മനു പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പറയാം, അതിനെല്ലാം ഒരു മാറ്റം വരും എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ധൈര്യത്തോടെ ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം അവിടെ ഇരുന്നപ്പോഴേക്കും എന്റെ സഹോദരൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എന്താ ഡോക്ടറെ, ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പാമ്പാടി അവർ പറഞ്ഞു വിട്ടു, പെട്ടെന്ന് കൊണ്ടുപോകുക. ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ 1.5 മാസത്തോളമായി. നിങ്ങൾ പറഞ്ഞത് അവിടുത്തെ റിസൾട്ട് ഒന്നും ഞങ്ങൾ ഇവിടെ നോക്കത്തില്ല, ഇവിടെ ഞങ്ങൾ ആദ്യം തൊട്ട് പരിശോധിക്കുന്നു. ആദ്യം തൊട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിനകത്ത് ക്യാൻസർ ആണെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. ഇനി എന്താ ചെയ്യുന്നത്? കൂടിപ്പോയോ? ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇനിയിപ്പോ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റത്തില്ല ഡോക്ടറെ. ഡോക്ടർ എന്തെങ്കിലും ഒന്ന് പറ. എന്റെ അനിയൻ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഡോക്ടറുമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യം, മോനെ, ക്യാൻസർ ആയിട്ട് വന്ന വ്യക്തിയായിരുന്നു. ഞങ്ങൾ ഇവനെ വിളിച്ചത് ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടിയാണ്. പക്ഷെ നീ ഇങ്ങനെ കിടന്ന് ഞങ്ങളൊരു ബഹളം വെക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ഈ രോഗമില്ലാത്ത രോഗിക്ക് വേണ്ടി ഞങ്ങൾ എന്തിനാ മരുന്ന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ അനിയൻ ചോദിച്ച ഒറ്റ കാര്യം, രോഗമില്ലാത്ത രോഗി. ഡോക്ടർ എന്ത് വർത്താനായി പറയുന്നത് ചോദിച്ചു. കാരണം എന്താന്ന് ചോദിച്ചാൽ, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ പഠിച്ചേച്ചിരിക്കുന്നതല്ലേ എന്ന് എന്റെ അനിയൻ ചോദിച്ചു. പാമ്പാടി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർമാർ പഠിച്ചേച്ചിരിക്കുന്നവരെ കേരളത്തിൽ എവിടെയോ എങ്കിലും ഒരു അപകടം ഉണ്ടായ അന്നേരം ആ രോഗിയെ കൊണ്ട് വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. എന്താ കാര്യം? അവരെല്ലാം പഠിച്ചേച്ചിരിക്കുന്നവർ, അവർക്ക് തെറ്റുപറ്റത്തില്ല. നിങ്ങളും പഠിച്ചിട്ടിരിക്കുന്നതല്ലേ, നിങ്ങൾക്ക് തെറ്റുപറ്റുമോ എന്ന് ചോദിച്ചു എന്റെ അനിയൻ. അപ്പൊ ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യം, അവര് പഠിച്ചിരിക്കുന്ന അവർക്ക് തെറ്റുപറ്റത്തില്ല. കാരണം അവിടുന്ന് നിങ്ങൾ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പറഞ്ഞു, ഈ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാ ക്യാൻസർ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഞങ്ങൾ എല്ലാം പരിശോധിച്ച് ഞങ്ങൾ ഇവിടെ പരിശോധിച്ചിട്ട് അതിന്റെ റിസൾട്ട് എല്ലാം കിട്ടിയപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഈ കാണിക്കുന്നതാ ക്യാൻസർ, അതുകൊണ്ട് നിങ്ങൾ ഓപ്പറേഷൻ നമുക്ക് ഉടനെ തന്നെ ചെയ്യണം, നിങ്ങൾ അതിനു വേണ്ടി പെട്ടെന്ന് വരാൻ പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു റിസൾട്ടും കൂടെ കിട്ടാനുണ്ട്. അതിപ്പോഴാണ് ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയത്. ആ റിസൾട്ടിനകത്ത് ഈ മനു എന്ന സഹോദരന്റെ ശരീരത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ ഒരു കണിക പോലും കാണുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ ഒരു കണിക പോലും എന്റെ മനുവിന്റെ ശരീരത്തിൽ കാണുന്നില്ല. ഇതെന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പിന്നെ മാറി പരിശോധിച്ചു. ഞങ്ങൾ പിന്നെ മാറി അത് ചെക്ക് ചെയ്തു. ഞങ്ങൾ ജൂനിയേഴ്സ് ഡോക്ടർമാരെ, സീനിയേഴ്സ് ഡോക്ടർമാരെ ഞങ്ങൾ വിളിച്ചു. അവരുമായി എല്ലാം മാറി നിൽക്കിട്ട് അവര് പറഞ്ഞില്ല, ആ സഹോദരന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു രോഗം കാണുന്നു. എന്റെ അനിയൻ പറഞ്ഞു, എന്താ കാര്യം, ഇങ്ങനെ ഒരു രോഗം കാണുന്നില്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞത് ശരിയാ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടി വരാൻ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ആ ഒരേ ഒരു റിസൾട്ട് കിട്ടാനേ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കയ്യിലേക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ആ റിസൾട്ടിനകത്ത് ബോഡിക്കകത്ത് ക്യാൻസറിന്റെ ഒരു കണിക പോലും കാണുന്നില്ലായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. ഇനി നിങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി പരിശോധിക്കാവുന്നതാണ് ചെക്കപ്പ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, എനിക്ക് വിശ്വാസമാണ്. കാരണം എന്റെ കർത്താവായ യേശു അത് സൗഖ്യമാക്കിയത്. പാമ്പാടി ആശുപത്രിയിൽ വെച്ച് ഈ വേദപുസ്തകം എടുത്ത് ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഞാൻ അവിടെ ചെന്ന് പരിശോധിച്ച് ഓപ്പറേഷനായി ചെല്ലുമ്പോഴേക്കും അവിടെ വെച്ച് എന്റെ രോഗമില്ല എന്ന് പൂർണ്ണമായി ഡോക്ടർ പറഞ്ഞാൽ ഞാൻ കർത്താവിന്റെ വേലയുമായി ഈ വേദപുസ്തകവുമായി എന്റെ സാക്ഷ്യവുമായി അനേകം ദേശങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും അനേകം സ്ഥലങ്ങളിൽ കൂടി പൊയ്ക്കോളാമെന്ന് കർത്താവുമായി ഒരു ഉടമ്പടി വെച്ചപ്പോൾ എന്റെ രോഗത്തെ കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി. എന്റെ രോഗത്തെ പൂർണ്ണമായി എടുത്തു മാറ്റി. 2020 ഞാൻ കർത്താവിനെ ജലത്താൽ സ്നാനം.
ഞാൻ സ്ഥാനപ്പെട്ടതിന് മുമ്പ് എന്റെ ഭവനത്തിലുള്ളവർ പറഞ്ഞ ഒറ്റ കാര്യം, എന്റെ അമ്മ പറഞ്ഞു ഞാൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അപ്പൻ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, എന്റെ അപ്പന്റെ അമ്മ മരിച്ചിട്ട് 6 വർഷമായി. ഞങ്ങൾ കത്തോലിക്ക ബാല്യകൊണ്ടിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എന്റെ അപ്പന്റെ അമ്മയെ അടക്കിയത് കത്തോലിക്ക സെമിത്തേരി. അതുകൊണ്ട് എന്നെ അടക്കുമെങ്കിലും ആ കത്തോലിക്ക സെമിത്തേരിയിൽ അടക്കത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു, നിങ്ങൾ മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞ ആ എന്റെ അപ്പനാ ഇന്ന് ആരാധനയ്ക്ക് പോകാൻ ആദ്യം ആ വേണ്ടി നടത്തും. കാരണം ആ രോഗം അത് ഞാൻ സന്തോഷിക്കുക. കാരണം കുത്തഴിഞ്ഞു കിടന്ന എന്റെ ഭവനത്തെ ദൈവം പണിതെടുത്തു. മദ്യത്തിനും മരുന്നിനും അടിമയായി എന്റെ അപ്പനെ 2 മണിക്കൂറെ ഞങ്ങൾ കാത്തു. ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ജോലിക്കും, രാത്രി ഒരു 2 മണിക്കും 3 ആകുമ്പോഴേക്കും വീടിന്റെ വഴി വന്ന് ആ സമയത്തായി എന്റെ അപ്പനെ ഞങ്ങൾ കാണും. ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പിന്നെയും പോകും. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായി കിടന്ന എന്റെ അപ്പൻ ഇന്ന് അതെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി വചനവും എടുത്ത് ഒരുമിച്ച് ഹാലലിയ ഞങ്ങളോടൊപ്പം ദൈവത്തിന്റെ വേലയിലായിരിക്കും. അതെല്ലാം വന്നത് എന്റെ ഈ രോഗം എനിക്ക് വന്നില്ല. ഞാനൊന്ന് പറയട്ടെ, ഏത് രോഗം വന്നാലും അതിലൊരിക്കലും നമ്മൾ തളർന്നു പോകരുത്. ഏത് പ്രതിസന്ധി വന്നാലും അതിൽ നമ്മൾ തളർന്നു പോകരുത്. നാളത്തെ നമ്മുടെ വിജയത്തിനായിട്ടാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. എന്റെ ദേശക്കാരെന്നെ തള്ളിക്കളഞ്ഞു, എന്റെ ദേശക്കാരെന്നെ മാറ്റി നിർത്തി. മനുവിന് ക്യാൻസർ, മനുവിന് രോഗമാണ്, മനുവിന്റെ ജീവിതം അവസാനിച്ചു എന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, അവസാനിച്ചതിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ആരംഭിക്കുവാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ഒന്നിനും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവിടുന്ന് സന്തോഷത്തോടെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കിയിരിക്കുകയായിരുന്നു പാസ്റ്റർമാർ, ബ്രദർമാർ. അവരന്നേരെ വിളിച്ചു, മനു എന്തായി, ഓപ്പറേഷന്റെ ഡേറ്റ് കിട്ടിയോ, അതോ എന്താ ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, കർത്താവായ യേശു എന്നെ സൗഖ്യമാക്കി, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് ഒരു ഡേറ്റും വേണ്ട, എനിക്ക് അങ്ങനെ ഒരു രോഗമില്ല എന്ന് ആ ഡോക്ടർമാർ അവിടെ പറഞ്ഞു എന്ന്. അവരെല്ലാവരും മാറി മാറി അവിടെ ദൈവത്തെ ആരാധിക്കുന്നത് വലിയൊരു സന്തോഷമായി പോയി എനിക്ക്. കാരണം ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ചു. ഇപ്പോൾ ഞാൻ ആലോചിക്കുക, എന്റെ ഹൃദയത്തിലേക്ക് കയറി വന്ന ഒരു വചനമാണ്. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ എവിടെയോ ഇരുന്ന പത്രോസിന് വേണ്ടി ആരാധിച്ചു. അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ വിടുവിച്ചു. ഞാൻ ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടി ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി എവിടെയോ ഇരുന്ന ദൈവത്തിന്റെ ദാസന്മാർ പ്രാർത്ഥിച്ചു. കർത്താവ് അവിടെ ഇറങ്ങി എന്റെ രോഗത്തെ സൗഖ്യമാക്കി, എന്നെ വിടുവിച്ചു. വലിയൊരു അനുഗ്രഹമായി, വലിയൊരു സന്തോഷമായി. ഈ പാമ്പാടി ഏരിയയിൽ കൂടെ ജോലി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വ്യക്തിയാണ് ആ എന്നെ കർത്താവ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുക. പല ദേശങ്ങളിലും, പല ഗ്രാമങ്ങളിലും, പല രാജ്യങ്ങളിലും. PG വർഗീസ് പാസ്റ്ററുടെ പുസ്തകം, ആ പുസ്തകത്തിൽ നിന്ന് ആ നമ്പർ വിളിച്ച് ഞാനൊരു മെസ്സേജ് അയച്ചു. സാക്ഷി PG വർഗീസ് പാസ്റ്റർ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, നമുക്ക് നേരിൽ കാണണം. എന്നെ കാണാൻ കോട്ടയത്ത് വന്നപ്പോഴേക്കും പാസ്റ്റർ എന്നെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞ, ഞാൻ കോട്ടയത്ത് ഒരു മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ പാസ്റ്ററുമായി ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടി. അവിടെ നിന്ന് ടെസ്റ്റ് മണി പറയാൻ അവസരം കിട്ടി. അന്ന് ദൈവത്തിന്റെ വേലയിൽ ആ പാസ്റ്ററുമായി ഒരുമിച്ച് നിൽക്കുവാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചാൽ അങ്ങനെ ഒരുമിച്ച് നിൽക്കാം. എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, എന്തൊരാവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കും. നല്ല ശക്തമായി ദൈവത്തിന്റെ വേലയിൽ ഉറച്ചു നിൽക്കാം. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വന്നാലും തളർന്നു. നാളെ നല്ലൊരു ജനമായി നിന്നെ മാറ്റും, വലിയൊരു അനുഗ്രഹമായി മാറ്റും. പക്ഷെ എനിക്ക് അതിലൊരു ഡിഫറെന്റ് ആയ ഒരു കാര്യം, എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരം RCCയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ദേവദാസന്മാർ എന്റെ ഭവനത്തിൽ വന്ന് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വരുന്ന എല്ലാ മീറ്റിങ്ങുകളും, എന്റെ TV-യിലുള്ള പവർ വിഷൻ ചാനലുകളിലുള്ള എല്ലാ മീറ്റിങ്ങും ഞാൻ അറ്റൻഡ് ചെയ്യും. കാരണം എന്താ, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു ഭയം. കാരണം എന്റെ ഉള്ളിൽ ഭയം. എന്റെ അമ്മയുടെ ചേർത്തി എന്റെ മുൻപിൽ നിന്ന് വേദന കൊണ്ട് സ്ട്രെച്ചറെ കിടന്ന് പുളയുന്നത് കാണും. നാളെ എന്റെ ഒരു അവസ്ഥയും ഇതുപോലെ ആവും. അങ്ങനെ എനിക്ക് വരരുത്. എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പവർ വിഷൻ ചാനലിൽ എല്ലാ മീറ്റിങ്ങുകളും, എല്ലാ ദൈവദാസന്മാരുടെ എല്ലാം ഞാൻ വിളിച്ച് ഇന്ന പല കാര്യങ്ങളാണ്, ഇന്ന പല പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഞാൻ വിളിക്കാത്തതായ ദൈവദാസന്മാർ ആരുമില്ല. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. എന്റെ സാക്ഷ്യമല്ല, എന്റെ ഈ രോഗം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരിക്കാൻ തിരുവനന്തപുരം ഈ RCC പോകുന്നതിന് മുമ്പായി
ഹാർവെസ്റ്റ് ചാനലിൽ റോയ് ഹെൻറി എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്റർ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 7 മണി തൊട്ട് 8 മണി വരെ എല്ലാ ദിവസവും ഞാൻ ഇതിന്റെ മുൻപേ നിന്ന് കാണും ഈ മീറ്റിംഗ് മുട്ടുകുത്തി. ഈ മീറ്റിംഗ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തി ഒറ്റ കാര്യം, നമ്മളൊരു സൂം മീറ്റിംഗ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൂം മീറ്റിംഗ് ദൈവദാസനുമായി സംസാരിക്കും. അല്ലെങ്കിൽ എന്നെ ആ ദൈവദാസന് കാണാം, എനിക്ക് ആ ദൈവദാസനെ. പക്ഷെ നേരെ മറിച്ച് ഒരു ടി വിയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴേ ആ ടി വിയിലകത്ത് പ്രസംഗിക്കുന്ന ദൈവദാസൻ നമ്മളെ കാണും, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാം. പക്ഷെ ആ ദൈവദാസനെ നമുക്ക് കാണാം, ആ ദൈവദാസൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ ആ മീറ്റിംഗിന്റെ അകത്ത് നിന്ന് റോയ് ഹെൻറി എന്ന് പറയുന്ന ആ ദൈവദാസൻ ഒരാലോചന പറഞ്ഞു. എന്നെ കാണുന്ന ഒരു വ്യക്തി, മനു എന്ന് പേരുള്ള ഒരു വ്യക്തി എന്റെ ഈ മീറ്റിംഗ് ടി വിയിൽ ഇരുന്ന് കാണുന്നുണ്ട്. ആ സഹോദരന് ക്യാൻസർ, ഓപ്പറേഷന് വേണ്ടി ആ സഹോദരൻ ദിവസത്തിന് വേണ്ടി നോക്കി നിൽക്കുക. ഇപ്പോൾ ഞാൻ കാണുകയാണ് ആ സഹോദരനെ ദൈവം വന്ന് തോന്നുക, ആ രോഗം അവിടുന്ന് പൂർണ്ണമായി സൗഖ്യമാക്കുക. ഞാൻ അവിടുന്ന് അത് മുട്ടക്കുത്തി നിന്ന് അത് കേട്ടോണ്ട് ഞാൻ തലേ കൈവച്ച് ഒറ്റ കാഴ്ച പറയാം. ഞാൻ അന്നേരം കാർന്ന് കേട്ട് എന്റെ അമ്മയും അപ്പനും ഓടിയാകും. കാരണം അവരെന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അവർ ഓടി അകത്തേക്ക് കയറി വന്ന് എന്താ മോനെ എന്താന്ന് ചോദിച്ചപ്പോ എന്റെ കാര്യന്റെ ഈ പാസ്റ്റർ പറഞ്ഞു. അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, ബുദ്ധിയില്ലേ? ടി വിക്കകത്ത് നിന്നെ ആ പാസ്റ്റർ എങ്ങനെ കാണും? നീ പറയുന്നത് എങ്ങനെ കേൾക്കും? പിന്നെ എങ്ങനെയാ നിന്നെ കുറിച്ച് പറയുന്നത്? പക്ഷെ ദൈവത്തിന്റെ ആലോചന പോലെ തന്നെ ഒരിക്കൽ കൂടി ആ പാസ്റ്റർ ആ പറഞ്ഞ വാചകം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട എന്റെ മാതാപിതാക്കൾ കേൾക്കേണ്ട രീതി. ആ ടി വിയുടെ മുൻപിൽ എന്റെ ഈ മീറ്റിംഗ് കാണുന്ന ഒരു പയ്യൻ, അവന് ക്യാൻസർ എന്ന രോഗമാണ്. ദൈവാത്മാവ് എന്നോട് പറയുന്നു അവന് ക്യാൻസറാണ്. അവൻ ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടി നോക്കി നിൽക്കുക. ആ ഡേറ്റിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഹാലരിയ ദൈവം അവന്റെ രോഗത്തെ പൂർണ്ണമായി സൗഖ്യമാക്കുക. അവന്റെ ആ രോഗത്തിന്റെ പേരിൽ അവൻ ഒരു മരുന്ന് പോലും കഴിക്കേണ്ടി വരുന്നു. അതിന്റെ പിറ്റേ ആവശ്യമാണ് ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടും. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ തന്നെ ഈ സാക്ഷ്യം കേട്ടുമ്പോൾ അത് ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം വലിയ മരം. ഇന്ന് ആ പാസ്റ്റർ റോയ് ഹെൻറി പാസ്റ്റർ അനേകം ചർച്ചകൾ കൊല്ലത്തും എറണാകുളത്തും തൃശ്ശൂരും അനേകം ചർച്ചകളിൽ എന്റെ ടെസ്റ്റ് മണി പറയുവാൻ അവിടെ ശുശ്രൂഷിക്കുവാൻ പാസ്റ്റർ എന്നെ വിളിക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇതുപോലെയുള്ള വലിയ വലിയ ദൈവദാസന്മാരുമായി ഒരുമിച്ച് ഇന്ന് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ വചനം പറയുവാൻ, എന്റെ ടെസ്റ്റ് മണി പറയുവാനും ഒക്കെ അവസരം കിട്ടുവാൻ എനിക്ക് വളരെയേറെ സന്തോഷം. അവസാനം സന്തോഷത്തോടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ബസ്സിൽ കയറുവാൻ പോകുന്നതിന് മുമ്പ് എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അടുത്തൊരു ചായക്കടയുണ്ട്, നമുക്ക് അവിടെ കയറി കഴിക്കാമെന്ന് പറഞ്ഞു. ആ ചായക്കട കയറി ആഹാരം കഴിക്കാനായിട്ട് അങ്ങ് കയറി ഇരുന്നപ്പോഴേക്കും എന്റെ സ്വന്തം സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത കടയിൽ പോയി ഒരു ജ്യൂസും എല്ലാം കുടിച്ചോളാം, നിങ്ങൾ ആഹാരം കഴിച്ചോളാൻ പറഞ്ഞു. ഒരു സഹോദരിയുണ്ട്, വേറൊരു ബ്രദറുമുണ്ട്, ഞാനുമുണ്ട്. ഞങ്ങൾ 3 പേരും ആഹാരം കഴിക്കുക. ആ സ്റ്റെപ്പ് ഇറങ്ങി വഴിയിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി ആ ഹോട്ടലിലേക്ക് കയറി. ഞങ്ങൾ പണ്ടത്തെ സ്കൂളിൽ ഇട്ടേക്കുന്നത് പോലെ ബെഞ്ചും ഡെസ്കുമാണ്, അപ്പുറം ഇപ്പുറം ഞങ്ങൾ ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട് ചോറിന് വേണ്ടി പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും തൊട്ടപ്പുറം നിൽക്കുന്ന ഒരു സഹോദരിയും ഒരു കുഞ്ഞും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. അവരെന്നെ നോക്കും. ഞാൻ ഫോണിക്കൽ സംസാരിക്കുന്നു, പാസ്റ്ററെ ആശുപത്രിയിൽ ചെന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഇല്ല, ഓപ്പറേഷന്റെ ആവശ്യമില്ല, ദൈവം അതെല്ലാം സൗഖ്യമാക്കി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ടെസ്റ്റ് മണി അങ്ങനെ പറയുമ്പോ അവരെ ഇന്ന് പറയുമ്പോ ഈ അമ്മ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അടുത്തിരുന്ന് എന്റെ ബ്രദർ പറഞ്ഞു, ആ ചേച്ചി കുറെ നേരമായി മനുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കോട്ടയത്ത് കിടക്കുന്ന എനിക്ക് ഈ തിരുവനന്തപുരത്ത് ഞാൻ ആദ്യമായിട്ട് അതും ഈ രോഗം വന്നിട്ട് ഇവിടെ കിടക്കുന്ന ആ ചേച്ചിയെ ഞാൻ എങ്ങനെയാണ്? ആ ചേച്ചി പിന്നെയും പിന്നെ എന്നെ നോക്കി. കുറെ നേരം എന്നെ നോക്കിയപ്പോഴേക്കും എന്റെ സഹോദരൻ എന്റെ ആ ബ്രദറും ആ സിസ്റ്ററും പറഞ്ഞു, നീ ഞങ്ങൾ ആഹാരം കഴിച്ചു, ഞങ്ങൾ ആ അപ്പുറത്തെ ബെഞ്ചിൽ പോയിരിക്കും, നീ പതിയെ കഴിച്ചിട്ട് നീ കയറി വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പതിയെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഈ ആന്റി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. ഈ ആന്റി എന്നെ തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്ക് തോന്നി ഈ ആന്റിക്ക് എന്നോട് എന്തോ ഒന്ന് സംസാരിക്കണം. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. ചുമ്മാ ഓടി കയറി ചെന്ന് ഒരു ആന്റിക്ക് എന്നോടോ അല്ലെ എനിക്ക് ഒരു ആന്റിയോട് സംസാരിക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണും ആ ആന്റിയും ആന്റിയുടെ കുഞ്ഞും ഒരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിച്ചു.
ഞാൻ അങ്ങോട്ട് ചെന്ന് കൈ കഴുകിയിട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും ഞാൻ ആന്റിയോട് ചോദിച്ചു, ഇതെന്ന ആന്റി ഒരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിക്കുന്നു ചോദിച്ചപ്പോൾ എന്റെ കുഞ്ഞിന് അല്പം ചോറ് മതിയെന്ന്. എന്റെ കുഞ്ഞിന് അല്പം ചോറ് മതിയെന്ന്. ഞാൻ പറഞ്ഞു, ഈ കൊച്ചിനാണോ എന്ന് ചോദിച്ചു. കണ്ടപ്പോ 10-15 വയസ്സുള്ള ഒരു പെൺകൊച്ചു. ഈ കുഞ്ഞിനാണ് അല്പം ചോറെന്ന് ചോദിച്ചു. അതോ ആഹാരം കഴിക്കാൻ പൈസ ഇല്ലേ എന്ന് എന്നോട് ഞാൻ ചോദിച്ചു. അതല്ല മോനെ, ഞങ്ങളുടെ പൈസ, ആ കുഞ്ഞ് അല്പം ചോറ് തിന്നത്തോളം കഴിക്കത്തോളം തോന്നും, അതുകൊണ്ട് അത് മതിയെന്ന്. ഞാൻ ചോദിച്ചു, ആന്റി കുറെ നേരം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്താ ആന്റി എന്നോട് എന്തെങ്കിലും പറയാനെന്ന് ചോദിച്ചപ്പോഴേ എന്നോട് ആന്റി ചോദിച്ച ഒറ്റ കാര്യം, മോൻ എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാ വരുന്നത്. ഞാൻ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാ വരുന്നത്. ഞാനിവിടെ ക്യാൻസറിന്റെ ഹോസ്പിറ്റലിൽ വന്നത്, ഓപ്പറേഷന്റെ ഡേറ്റിന് വേണ്ടി വന്നു. ഇവിടെ വന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, മനുവിന് ഒരു ക്യാൻസറും ഇല്ല, അത് പൂർണ്ണമായി മാറി, അതെങ്ങനെയാണെന്ന് അറിയില്ല. ആന്റി എന്നോട് ചോദിച്ച ഒറ്റ കാര്യം, ഞാനൊരു സഹായം ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്റി പറഞ്ഞു. എന്താ ആന്റി? ആന്റിയുടെ വീട് എവിടെയാ? എന്റെ വീട് ഇവിടെ തിരുവനന്തപുരത്ത്, ഇവിടുന്ന് 10 കിലോമീറ്റർ പോയാൽ മതി. ഞാൻ ചോദിച്ചു, എന്താ അവിടെ കൊണ്ടുപോയി വിടാം? അതല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പൈസയില്ല, ആഹാരം കഴിക്കാൻ സാമ്പത്തികമില്ല, അത് ആഹാരത്തിന് കൊടുക്കാൻ പൈസയില്ല, വണ്ടിക്കൂലിയില്ല, എന്താണെങ്കിലും പറഞ്ഞു ഞാനത് ചെയ്തു തരാം, എന്താണെങ്കിലും പറഞ്ഞ് ഞാനത് ചെയ്തു തരാം. ആന്റി എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, മോൻ അവിടെ നിന്ന് ദൈവദാസന്മാരെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മോനോട് ദൈവദാസന്മാര് പറയുന്നത് ഞാൻ കേട്ടു, കാരണം മോൻ സ്പീക്കർ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. മോൻ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ് ചെയ്യാം, എന്താ കാര്യം എന്ന് ചോദിച്ചു. ഇതെന്റെ മോളാ, 15 വയസ്സ്, ഈ കുഞ്ഞിന് വേണ്ടി മോൻ ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. സ്നാനപ്പെട്ടിട്ടില്ല, ഈ വേദപുസ്തകം കയ്യിലെടുത്ത് ക്യാൻസറിന്റെ രോഗം മാറിയതേ ഉള്ളൂ. പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ല, ബിക്കോസ് പ്രാർത്ഥന എന്താണ്, വിശ്വാസിയല്ല, കർത്താവിന്റെ വിഷയം ജീവനുമായി ഏറ്റെടുത്തത്. ആ എന്നോട് ആദ്യമായിട്ട് ഒരു ആന്റി പറഞ്ഞു, അതും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു ആന്റി, എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവും. ക്യാൻസർ വന്നതിനേക്കാളും ഭയങ്കര പേടിയായിട്ട്, കാരണം ആവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അത് അതിലും വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, ആന്റി പ്രാർത്ഥിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, എനിക്കത് അറിയത്തില്ല, അത് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞു. ആന്റി പറഞ്ഞു, മോനെ ഒരു കുഴപ്പമില്ല, എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴേക്ക് ആ കുഞ്ഞകത്തേക്ക് കൈയിടാൻ പോയപ്പോ ആന്റി എന്നോട്, ഞാൻ എന്റെ കുഞ്ഞിനെ ആശുപത്രി കാണിക്കാം. ഡോക്ടർമാര് പരിശോധിച്ചപ്പോൾ അവള് പറഞ്ഞത്, എന്റെ കുഞ്ഞിന്റെ വാൽപ്പിനകത്ത്, ശ്വാസകോശത്തിനകത്ത് 2 ഹോളാണ്. ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നു, അവർ പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ട് മാറത്തില്ല, നമുക്കത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് ആകെ ഒരു കുഞ്ഞോ, ഞങ്ങളെ സഹായിക്കാൻ പോലും ആരും, എനിക്ക് ആ കൂടി ഉള്ളത് ഇവള് മാത്രം. മോൻ ഇവിടെ നിന്ന് മോന്റെ സാക്ഷ്യം അവിടെ നിന്ന് ആ ഫോണിക്കല പറയുന്നത് ദൈവദാസന്മാരോടും അനേകം ആളുകളോടും പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് വിശ്വാസമാണ്, ആ കുഞ്ഞ് എന്റെ മോൻ എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, മോൻ എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, എന്റെ കുഞ്ഞിന് സൗഖ്യമാവുമെന്ന് എനിക്ക് വിശ്വാസം. ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? മോൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അവിടെ കഴിക്കാൻ നിന്ന ആളുകളെല്ലാം ഞങ്ങളെ 2 ദിവസം. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ സ്റ്റെയർ കേസ് കയറി വഴിയിലോട്ട് കയറി വരുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. ആ സഹോദരി എന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സഹോദരി എന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത തോന്നി. PG വർഗീസ് പാസ്റ്റർ പുസ്തകം എന്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വായിച്ചതാ, ദൈവം എന്നെ സൗഖ്യമാക്കിയതാ, അവർക്ക് ആ പുസ്തകം കൊടുക്കാൻ. ഞാൻ ആ പുസ്തകം എടുത്ത് ആ സഹോദരിയിലോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, നിങ്ങൾ ഹിന്ദുക്കളായി, നിങ്ങൾ ഏത് ജാതി ഏത് മതക്കാരും, പക്ഷെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ പുസ്തകം വായിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ ഈ പുസ്തകം വായിച്ചാൽ പൂർണ്ണ സൗഖ്യം, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അന്ന് അവരുമായി കണ്ട് അവിടുന്ന് ഞങ്ങൾ പിരിഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഈ പുസ്തകം എനിക്ക് തന്ന പാസ്റ്റർ എന്നെ കാണാൻ വന്നു. മനുമോനെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ സൗഖ്യമായി, ദൈവം പൂർണ്ണമായി വിടുവിച്ചു. ഇനി എന്താ അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ എന്താ? ഈ പുസ്തകമായി ഇറങ്ങുക, അനേകം ഗ്രാമങ്ങളിൽ കൂടി ഓടാനുള്ളത്, അതിനുവേണ്ടിയാ ദൈവം എന്നെ സൗഖ്യമാക്കിയത്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ആ ദൈവദാസൻ പറഞ്ഞിരിക്കുക, മനുമോനെ തിരുവനന്തപുരത്തു നിന്ന് എന്നെ ഒരു ആന്റി വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്താ പക്ഷെ ഞങ്ങൾ അന്ന് 2 പേരും കണ്ടത് അവിടെ വെച്ച് മറന്നു. പിന്നെ ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറയും, പക്ഷെ ഞാൻ പിന്നെ അതേക്കുറിച്ച് അങ്ങ് മറന്നു.
തിരുവനന്തപുരത്ത് നിന്ന് എന്നെ ഒരു ആന്റി വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ആ ആന്റി എന്നോട് കാര്യം പറഞ്ഞു. ഞാൻ എന്റെ ആ ആന്റിയുടെ മോളുടെ വാൽവിന് 2 തുള, അത് 2 ഹോൾ ആ വാൽവിന്. അത് തിരുവനന്തപുരത്ത് കൊണ്ട് ചെന്ന് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു മരുന്ന് കൊണ്ട് മാറത്തില്ല, ഓപ്പറേഷൻ ചെയ്താലും അത് മാറത്തില്ല എന്ന് പറഞ്ഞു ഡോക്ടർമാർ ഉപേക്ഷിച്ചു. ആ ആന്റിക്ക് ആ കടയിൽ ഇരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും ഒരു സഹോദരനെ കണ്ടു. ആ സഹോദരൻ സാക്ഷ്യം പറയുന്നത് ആന്റി കേട്ടു. ആ സഹോദരനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാവൂ. ആ സഹോദരൻ പ്രാർത്ഥിച്ചില്ല. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ കാര്യം, എനിക്കും വ്യക്തമാകുന്നില്ല. സഹോദരന് പ്രാർത്ഥിക്കാവൂ എന്ന് ചോദിച്ചു. സഹോദരൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തോളാം, ഒരു കുഴപ്പമില്ലാതെ. ആ ആന്റി നിറകണ്ണുകളോടെ അവസാനം ആ സഹോദരന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ആ സഹോദരൻ ആന്റിക്ക് കൊടുത്തു. അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറയുന്ന പുസ്തകം. അപ്പോഴേക്ക് എനിക്ക് ഏകദേശം മനസ്സിലാകാൻ തുടങ്ങി ഇത് എന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഞാൻ എന്നിട്ടും വേണ്ടിയില്ല. ഇന്നലെ 2 ദിവസം മുമ്പ് ആന്റി എന്നെ വിളിച്ചു. ആ പുസ്തകം ഞാൻ ശക്തമായി വായിച്ചു. 15 വയസ്സുള്ള എന്റെ മോളെ കൊണ്ട് ഞാൻ ആ പുസ്തകം വായിപ്പിച്ചു. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ആശുപത്രിയിലേക്ക് വരണ്ട, കാരണം ഓപ്പറേഷൻ ചെയ്താൽ മാറത്തില്ല, മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, അതുകൊണ്ട് ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. പക്ഷെ ആ പുസ്തകം ഞങ്ങൾ നല്ല ശക്തമായി വായിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യം, ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ എന്റെ മോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണുവാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർമാർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന്. അപ്പോൾ ആന്റി പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ചെക്കപ്പ് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കണം, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കും, ഞങ്ങൾക്ക് വിശ്വാസമാണ് പറഞ്ഞു. ആ ഡോക്ടർ അത് കണ്ട് പറഞ്ഞ് നമുക്ക് പരിശോധിക്കാമെന്ന്. ഡോക്ടർ അത് പരിശോധിച്ച് അതിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്റെ മരുമോനെ ഭയങ്കര അത്ഭുതമായി പോയി. അത് പാസ്റ്റർ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ആ ഡോക്ടർമാർ ഉപേക്ഷിച്ച ആ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്താൽ മാറത്തില്ല, മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, ഇനി ആ കുഞ്ഞിന് മുൻപോട്ടൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ആ വാൽവിന് 2 ഹോളുള്ള സ്ഥാനത്ത് ഒരൊറ്റ ഹോളേ ഉണ്ട്. ആ ഒരു ഹോള് അടഞ്ഞു പോയി, മറ്റേ ഹോളും അതിനെ ചെറുതായിക്കൊണ്ട്. ആ ഡോക്ടർമാർ ചോദിച്ച ഒറ്റ കാര്യം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ആ സഹോദരി പറഞ്ഞത് കർത്താവായ യേശു സൗഖ്യമാക്കിയത്. ഡോക്ടർമാർ ഞെട്ടിപ്പോയി. ഹിന്ദു അടിസ്ഥാനത്തിൽ നിൽക്കാൻ നെറ്റിയിലെല്ലാം ചന്ദനം പൂശി നിൽക്കുന്ന ഒരു ചേച്ചി പറയുക കർത്താവായ യേശു സൗഖ്യമാക്കിയത്. ആ സഹോദരി അന്നേരം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു പാസ്റ്ററെ എങ്ങനെയാ വിളിച്ചത്? ആ പയ്യൻ കൊടുത്ത പുസ്തകത്തിന്റെ പുറകെ ഞാൻ എന്റെ ഫോൺ നമ്പർ സീലടിച്ചിട്ടു. ആ സീലടിച്ച ആ പുസ്തകത്തിൽ എന്റെ നമ്പറിലേക്ക് ആ രാശി എന്നെ വിളിച്ചിട്ട് ചോദിച്ച ഒറ്റ കാര്യമാ, ഈ പുസ്തകം മനു എന്ന് പറയുന്ന ഒരു സഹോദരൻ എനിക്ക് തന്നതാ, എനിക്ക് ആ സഹോദരന്റെ നമ്പർ ഒന്ന് തരാം, തരാവൂ എന്ന് ചോദിച്ചു. ആ പാസ്റ്റർ എന്നോട് ചോദിച്ചു എങ്ങനെയാ കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ കാണും, ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ കാണും, അത് മതി. ആ ആന്റിക്ക് നമ്പർ കൊടുക്കേണ്ടത്. പാസ്റ്റർ വിളിച്ച് അവരോട് പറഞ്ഞു ശക്തമായി പ്രാർത്ഥിച്ചാൽ മതി. ആ പുസ്തകം നമ്മൾ കാണുന്ന വെറും ഒരു പുസ്തകമാണ്. നമ്മുടെ കയ്യിലേക്ക് വെറും ഒരു പുസ്തകം കൊണ്ടുതല്ല. ഈ പുസ്തകം നീ പിടിച്ച് വായിച്ചാൽ മതി, ദൈവം നിന്നെ സൗഖ്യമാക്കുന്നതാണ്. എന്നെ കാണുന്നവരോട് ഞാൻ പറയട്ടെ, ചിലർക്കത് ചുമ്മാ തമാശയായിട്ട് തോന്നും. പക്ഷെ ആ ഒരു പുസ്തകത്തിന് കർത്താവായ യേശുവിന്റെ ജീവനുണ്ട്, കർത്താവിന്റെ ശക്തിയുണ്ട്. നമ്മൾ വിശ്വാസത്തോടുകൂടി ഉറച്ചു നിന്നു. ഇന്ന് അനേകം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും രാജ്യങ്ങളിലുമെല്ലാം അനേകം ദേശങ്ങളിലുമെല്ലാം സൂം മീറ്റിങ്ങുകളായിട്ടും പരസ്യ യോഗങ്ങളായിട്ടും അനേകം ഭാരതീയ മീറ്റിങ്ങുകളായിട്ടും കർത്താവ് എന്നെ ഓടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എനിക്ക് ഒറ്റ കാര്യങ്ങൾ, എനിക്ക് വീടിനകത്ത് അടങ്ങിയിരിക്കാൻ നേരെയില്ല, എനിക്ക് വീടിനകത്ത് അടങ്ങിയിരിക്കാൻ ഇഷ്ടമില്ല. കാരണം എന്താ, എനിക്ക് ഒരു പരിപാടി ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിലും എനിക്കൊരു സ്ട്രേഞ്ചർ ഉണ്ട്, അതുമായിട്ട് ഞാൻ കർത്താവിന്റെ വേലയായി പരസ്യവുമായി ചെയ്യും. ഒരു സ്ട്രേഞ്ചർ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അനേകം സ്ഥലങ്ങളിൽ ചോദിച്ചില്ല. പക്ഷെ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു മനു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു സ്ട്രേഞ്ചർ മേടിച്ചു. ദൈവദാസൻ പറഞ്ഞു എന്താ കാര്യം? ഞാൻ പരസ്യവും ചെയ്യണം, എന്റെ സാക്ഷ്യം അങ്ങോട്ട് പറഞ്ഞു. ദൈവദാസൻ പറഞ്ഞു നാളെ രാവിലെ വീട്ടിലോട്ട് പോയി. നാളെ രാവിലെ വീട്ടിലോട്ട് ചെന്നപ്പോഴേക്കും ഒരു പുതുപുത്തൻ സ്ട്രേഞ്ചർ എനിക്ക് മേടിച്ചു തന്നിട്ട് പറഞ്ഞു ദൈവത്തിന്റെ വേലയായിട്ട് ഓടിക്കണം. അനേകം സ്ഥലങ്ങളിൽ കൂടി ഇപ്പൊ കർത്താവിന്റെ വേലയായി മുന്നോട്ട് പോകും.
ഞാൻ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഏത് രോഗമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും നിന്റെ ദേശക്കാരും നിന്റെ നാട്ടുകാരും നിന്റെ ആളുകൾ നിന്റെ ഭവനത്തിലുള്ളവർ ചിലപ്പം പറഞ്ഞേക്കാം അത് മാറത്തില്ല, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചേക്കാം. പക്ഷെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ക്യാൻസർ എന്ന രോഗം ബാധിച്ചാൽ നമുക്കറിയാം മരണം ഉറപ്പാണ്. എത്ര ചികിത്സിച്ചാലും മാറത്തില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്റെ കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കിയ, അത് സൗഖ്യമാക്കിയതാണ്. പൂർണ്ണമായി എന്റെ ശരീരത്തിന്റെ ആ രോഗത്തെ ദൈവം മാറ്റിയത്. ഇന്ന് 5 വർഷത്തോളമായി കർത്താവിന്റെ വേലയുമായി മുൻപോട്ട്. എന്റെ ദേശത്ത് മനു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പൊ എന്നെ കാണുമ്പോൾ ആളുകൾ വിളിക്കുന്നത് ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ എന്നാ വിളിക്കുന്നത്. അത് കേൾക്കുമ്പോ ചിലർ കളിയാക്കി വിളിക്കും പാസ്റ്റർ പാസ്റ്റർ എന്ന് വിളിക്കാം. പക്ഷെ എനിക്ക് വളരെ ഭയങ്കര സന്തോഷം. കാരണം അങ്ങനെയെങ്കിലും എന്നെ ആളുകൾ വിളിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. ഒരാൾ എന്നോട് ചോദിച്ച ഒറ്റ കാര്യം, ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടാൻ, മുൻപോട്ട് ജീവിക്കാനായിട്ട് എന്തെങ്കിലും വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, മുൻപോട്ട് ജീവിക്കാനുള്ളത് ആദ്യം കിട്ടി. അത് കഴിഞ്ഞ ഇപ്പൊ ഈ പുസ്തകമായിട്ട് ഇറങ്ങി. മുമ്പോട്ട് ജീവിക്കാനുള്ളത് ആദ്യം എനിക്ക് കിട്ടിയ. ആളുകൾ ഉപേക്ഷിച്ചതാ, നടക്കത്തില്ല. ഇനി എല്ലാം തീർന്നതാ. മനുവിന്റെ ജീവിതം തീർന്നതാ, നടക്കത്തില്ല, ഇനി ഒന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് എന്നെ ആ ദേശത്ത് ഉയർത്തിയത്. നല്ല ശക്തമായി ദൈവത്തിന്റെ വേലയിൽ നടത്തിയത്. ഇന്ന് അനേകം സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വേലയുമായി പോകുന്നു. അനേകം ഗ്രാമങ്ങളിലും അനേകം ഭവനങ്ങൾ, അനേകം ഭാരതീയ സഹോദരന്മാരുടെ അനേകം ട്രാക്റ്റുകളായി, അനേകം സൂം മീറ്റിങ്ങുകളായി, അനേകം ഭാരതീയ പരസ്യ യോഗങ്ങളുമായി, അനേകം ഹോസ്പിറ്റലുകൾ സന്ദർശനവുമായി ഇന്ന് അനേകം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേക്കും എനിക്ക് വളരെയേറെ സന്തോഷം. എന്താ, ഇന്നലെ ഞാൻ നടന്നെടുത്തത് കർത്താവ് എന്നെ ഉയർത്തിയതാ അനേകർക്ക് വേണ്ടി. എനിക്ക് വളരെയേറെ സന്തോഷമാണ്. എന്റെ ദേശക്കാർ പറഞ്ഞു എന്റെ ഭവനം ആരുടെ കുത്തഴിഞ്ഞതാ. മദ്യപാനിയായ ജോൺ എന്നാണ് എന്റെ അപ്പന്റെ പേര്. ജോണിന്റെ മക്കളാ അവര് ഹാരി അതുപോലെ തന്നെ വരത്തുള്ളൂ, അവനെ പോലെ തന്നെ വരത്തുള്ളൂ. പക്ഷെ ഹാരി ദൈവം 2019 ആ പറഞ്ഞതിനെ മാറ്റി എഴുതി. ദൈവം 2019 ഹാരി ആ ദേശക്കാർ പറഞ്ഞതിനെ മാറ്റി എഴുതി. മദ്യപാനിയായ സഹോദരന്റെ മക്കൾ മദ്യപാനികളായിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2019 അല്ലെ മദ്യപാനിയായ ആ സഹോദരന്റെ മക്കൾ അല്ലെ ഈ വേദപുസ്തകവുമായി ഇറങ്ങുവാൻ ദൈവം അവസരത്തെ ഒരുക്കി. ഇന്ന് ഈ വേദപുസ്തകവുമായി മുൻപോട്ട് പോകുന്ന എനിക്കും എന്റെ ഭവനത്തിനും ഇഷ്ടം. കൂലിപ്പണിയായി കിടന്ന എന്റെ അമ്മയ്ക്ക് കർത്താവിന്റെ അനുഗ്രഹത്താൽ ചെന്നൈയിൽ നല്ലൊരു ജോലി ലഭിച്ചു. എന്റെയും എന്റെ സഹോദരന്റെ വിവാഹം നടക്കത്തില്ല എന്ന് എന്റെ ദേശക്കാർ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്തുനിന്ന് നല്ലൊരു വിശ്വാസി പെൺകുഞ്ഞിനെ എന്റെ സഹോദരന്റെ ദാസിയായി ലഭിച്ചു. അവരിപ്പോ പ്രാർത്ഥനയായി നല്ല സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്ന ജീവിതം. എന്നോട് ചോദിച്ചത് അവരെ ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ഓടിക്കൊണ്ടിരിക്കുക, ഇനിയും നല്ലതുപോലെ ഓടണം. എന്റെ മുന്നിൽ എന്റെ ഓട്ടത്തിൽ എന്റെ കയ്യെ പിടിച്ച് ഒരുമിച്ച് എന്നെ പോലെ ഓടാൻ ഒരാള് എന്റെ അടുക്കൽ വരും. ആ സമയം കർത്താവ് കൊടുത്തരും. ഹാലേലൂയ. അപ്പോൾ മതി എന്ന് പറഞ്ഞ വിവാഹം. ഹാലേലൂയ. ഇന്ന് സന്തോഷമായി ഹാലേലൂയ കർത്താവിന്റെ വേലയുമായി മുൻപോട്ട് പോകുമ്പോൾ ഹാലേലൂയ വലിയൊരു അനുഗ്രഹമാണ്. ഹാലേലൂയ സ്തോത്രം. കാരണം എന്താണെന്ന്, ഈ ദേശത്തും ഹാലേലൂയ ഈ പ്ലാറ്റ്ഫോമിലുമല്ല അനേകരോട് സുവിശേഷം പറയും. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ബോംബെയിലുള്ള ഹാലേലൂയ ഈ ചാനൽ ഹാലേലൂയ ഈ അസാദ് എന്ന ചാനൽ വരെ ഹാലേലൂയ എന്റെ ടെസ്റ്റ് മണിയും അതുപോലെ തന്നെ കർത്താവിന്റെ വചനങ്ങളും സംസാരിക്കുവാൻ അവസരം ലഭിക്കും എന്ന് വിചാരിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ ഒറ്റ കാര്യമാണ്, മോശയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാനായി മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോ മോശ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞാൻ തടിച്ച നാവുള്ളവൻ, ഞാൻ വിക്കന, എനിക്ക് സംസാരിക്കുവാൻ കഴിയത്തില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇനി എന്തിനാ എന്നെ തെരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ കർത്താവായി യഹോവയായ ദൈവം പറയും, ആ ശരിയാ, നിനക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, നീ തടിച്ച നാവുള്ളവനാ, നീ വിക്കന, അതുകൊണ്ട് നിന്നെ വേണ്ട, ഞാൻ വേറൊരാളെ തെരഞ്ഞെടുത്തോ എന്നല്ല ദൈവം പറഞ്ഞു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടതാണ്. നിന്റെ ബാക്ക്ഗ്രൗണ്ടോ നിന്റെ സൗന്ദര്യമോ നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ ക്വാളിഫിക്കേഷനോ നിന്റെ സമ്പത്തോ കണ്ടല്ല നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. എനിക്ക് നിന്നെ കൊണ്ട് വലിയവ ചെയ്യുവാനുണ്ട്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ട വ്യക്തിയാണ്. നിന്നെ മാത്രം മതി എനിക്ക്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ വളരെയേറെ ജീവിതത്തിൽ
ഒരിക്കലും കര കയറത്തില്ല എന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ന്നു കിടന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ ഉയർത്തിയതാ. ഞങ്ങളെ ഉയർത്തിയത് ഈ വേദപുസ്തകം. ഈ വേദപുസ്തകവുമായി ഇന്ന് അനേകം സ്ഥലങ്ങളിൽ കൂടി കർത്താവ് ഓടിച്ചുകൊണ്ടിരിക്കുക. ഒരു കഷ്ടത വന്നേക്കാം ജീവിതത്തിൽ, ഒരു പ്രശ്നം വന്നേക്കാം, ഒരു രോഗം വന്നേക്കാം, ഒരു കടബാധ്യത ആയിക്കോട്ടെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുക. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ആദ്യം പരിഹാരത്തെ ആ ദൈവം കണ്ടുപിടിച്ചു. പിന്നെയാണ് നിനക്ക് പ്രതികൂലത്തെ തരുന്നത്. നിനക്കൊരു പ്രശ്നം നിന്റെ ജീവിതത്തിലേക്ക് തരുമ്പോൾ ആദ്യം കർത്താവായ യേശു കണ്ടുപിടിച്ചത് പ്രശ്നത്തെയല്ല, പരിഹാരത്തെയാണ് കണ്ടുപിടിച്ചത്. അതിന്റെ സൊല്യൂഷനെ കർത്താവ് കണ്ടുപിടിച്ചു. ആ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടാണ് നിനക്ക് മുന്നിലേക്ക് പ്രശ്നത്തെ കൊണ്ടു തന്നത്. അങ്ങനെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ കഷ്ടതയും പ്രതികൂലങ്ങളും രോഗങ്ങളും ഒക്കെ വന്നാൽ നീ ഒന്നുകൊണ്ടും പേടിക്കണം, ഒന്നുകൊണ്ടും തളർന്നു പോകണ്ട. കാരണം എന്താ? മരണത്തെ മുഖാമുഖം കണ്ട് ഇന്നിവിടെ വെക്കേണ്ട വ്യക്തിയല്ല, ഇന്നിവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല, മരണത്തെ നേരിട്ട് കണ്ടവനായി. ഞാൻ ഇടയ്ക്ക് അതിന്റെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും, 2020 21 വീടിന്റെ ഭിത്തിയാൽ ഒരു മാല തൂക്കിയിട്ട് ഫോട്ടോയായിരിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. പക്ഷെ കർത്താവായ യേശു പറഞ്ഞത്, നിന്നെ ഞാൻ അങ്ങനെ ഇരുത്താനല്ല കണ്ടത്, എനിക്ക് വേണ്ടി അനേകം സ്ഥലങ്ങളിൽ ഓടാനുള്ളത്. അതുകൊണ്ട് നീ ഓടിയാൽ മതിയെന്ന്. അതുകൊണ്ട് ഇന്ന് കർത്താവിനെ ഇട്ട് ഓടിക്കുക. എനിക്ക് ആ ഓരോ ഓട്ടം. അതുകൊണ്ട് ശക്തമായി ഹാലരിയ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നാൽ മതി. ഹാലരിയ എന്റെ ഈ ടെസ്റ്റിമണി അനേകർക്ക് വലിയൊരു അനുഗ്രഹം. എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും രോഗത്തിലോ പ്രതികൂലത്തെ ഇരിപ്പുണ്ടെങ്കിൽ ഹാലരിയ ഇനി നടക്കത്തില്ല, ഇനി സാധിക്കത്തില്ല, ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവായ യേശുവിനെ അസാധ്യമായി യാതൊന്നുമില്ല. കർത്താവിനെ കൊണ്ട് അസാധ്യമായി യാതൊന്നും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരുവൻ എന്റെ കൂടെ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ ഒന്നിനെയും കണ്ട് ഭയപ്പെടില്ല. എന്റെ ദൈവം എന്നെ വിടുവിക്കും. ആ ഒരു വിശ്വാസം മാത്രം. അതുകൊണ്ട് ശക്തമായി പ്രാർത്ഥനയും ആരാധനയുമായി മുമ്പോട്ട് പോകും. ദൈവം നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കും. വളരെ നന്ദിയുണ്ട്. ഈ മീറ്റിംഗിൽ ഹാലരിയ എന്റെ ടെസ്റ്റിമണിയും അതുപോലെ കർത്താവിന്റെ വചനങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഈ മീറ്റിംഗിൽ ഹാലരിയ ഈ മാസം അവസാനം തന്നെ ഈ മീറ്റിംഗിൽ വന്ന് ജോയിൻ ചെയ്യുവാൻ കർത്താവായ യേശു എനിക്ക് അവസരം തന്നെ ദൈവത്തോട് നന്ദിയും സ്തുതി അർപ്പിക്കാൻ. അതിനുപരി ദൈവദാസന് നന്ദി അർപ്പിക്കും. കാരണം വളരെ നാളത്തെ പരിചയമാണ്. ഇടക്കാലത്തൊന്ന് നിന്നു പോയായിരുന്നു ആ പരിചയം. കാരണം എന്റെ ഫോണും ഇതെല്ലാം കംപ്ലൈന്റ് ആയി പോയപ്പോൾ ആ നമ്പർ എല്ലാം വിട്ടുപോയി. അവസാനം പക്ഷെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്പർ. അതെല്ലാം എടുത്ത് കണ്ടുപിടിച്ച് എല്ലാം കോണ്ടാക്ട് ചെയ്യും. പിന്നെയും അത് തുടങ്ങിയത്. ഹല്ലേലൂയ. കർത്താവിന് നമ്മളെ കൊണ്ട് വലിയ പദ്ധതികളുണ്ട്. അതുകൊണ്ട് എന്നെ ഇന്ന് ഹല്ലേലൂയ എന്റെ ടെസ്റ്റിമണിയും അതുപോലെ തന്നെ കർത്താവിന്റെ വചനവും സംസാരിക്കുക ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ദൈവദാസൻ, അതുപോലെ ഈ മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാവർക്കും ഞാൻ ദൈവനാമത്തെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തെ നടത്തുന്നു. ദൈവം എല്ലാവരും ധാരാളമായി ഇരിക്കട്ടെ. താങ്ക് യു മനു. ദൈവം സഹായിക്കട്ടെ. പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നു 2020 സ്നാനപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ മനുവുമായിട്ട് കോണ്ടാക്റ്റായി. അതൊക്കെ ആസാദിയുടെ തുടക്ക സമയങ്ങളാണ്. ആ സമയങ്ങളൊക്കെ ഞാൻ പലപ്പോഴും മനുവിന് പേഴ്സണലി മെസ്സേജസ് ഇടും. ആത്മീയജീവിതം പണിയുന്നതിനെക്കുറിച്ചൊക്കെ പറയും, ദൈവത്തിൻ്റെ പ്രവർത്തികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു കൺസേൺ ഉണ്ടായിരുന്നു, മനുവിനെ വചനമൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തണം, ധൈര്യപ്പെടുത്തണം. അതുകൊണ്ട് ആ സമയത്തൊക്കെ ഒത്തിരി കൂടുതൽ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ചില ചെറുപ്പക്കാരോട് ഒരു അടുപ്പം തോന്നും ഹൃദയത്തിൽ, അവരുടെ പിന്നിലൊരു കൈത്താങ്ങൽ കൊടുക്കണം എന്നൊക്കെയുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനു സ്നാനപ്പെട്ടു, ബലപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞതുപോലെ മനുവിൻ്റെ മെസ്സേജസ് കാണാതായി, ഞാനും അങ്ങോട്ട് മെസ്സേജസ് ഇടാതായി. കാരണം ഒരിക്കൽ ബലപ്പെട്ട് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ആവശ്യമില്ലല്ലോ എന്നൊരു ചിന്ത. എന്നാൽ ആ സമയം മുതൽ തന്നെ എനിക്കറിയാം നല്ലൊരു സാക്ഷ്യമാണ് ആ സമയം മുതൽ തന്നെ. പക്ഷെ നമ്മൾ അല്പം സാക്ഷ്യം കൊണ്ടുവരാൻ വൈകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 4-5 വർഷം കൊണ്ട് പരിചയമുണ്ടെങ്കിലും പ്രേക്ഷകർ എന്നോടിക്കും, പാസ്റ്റർ എന്താ ഈ സാക്ഷ്യം നേരത്തെ കൊണ്ടുവരാഞ്ഞത്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു, ചുവടുകൾ വെക്കുകയാണ്, പടിപടിയായി വളരുകയാണ്. അതിനൊരു സമയമുണ്ട്, ഒരു സ്റ്റേജുണ്ട്, പുറത്തേക്ക് വരാനൊരു സ്റ്റേജുണ്ട്. ആ സമയത്താണ് കർത്താവ് അതൊക്കെ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ശീലമനുസരിച്ച് ഞാൻ ശ്രദ്ധിച്ച് വളർച്ച കണ്ട് മനസ്സിലാക്കി
എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തോന്നി മനുവിനെ കൊണ്ടുവരാനുള്ള സമയമായെന്ന് തോന്നി. ആമേൻ. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം, വളരെ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് കേട്ടതിൽ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി അനുഭവങ്ങളുണ്ട്, ജീവിതാനുഭവങ്ങൾ ഇനിയും പറയാനുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ആ സ്നാനപ്പെടുന്നതിനൊക്കെ മുമ്പ് വളരെ ചലഞ്ചസിൽ കൂടെ പോയി അല്ലേ, വളരെ വെല്ലുവിളി ആമേൻ. കൂടെ ഒന്ന് പോയി. മനുവിൻ്റെ ആ ക്യാമറ ഒന്ന് തിരിഞ്ഞ്, എനിക്കൊന്ന് ഇടയ്ക്ക് കോൾ വന്നെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അല്ലല്ല. ഓക്കെ. യാ, വളരെ വെല്ലുവിളികളിൽ കൂടെ ഒക്കെ പോയി. എനിക്ക് തോന്നുന്നു ഒത്തിരി പൈശാചിക ബന്ധനങ്ങളൊക്കെ ജീവിതത്തിനെതിരായിട്ടുണ്ടായിരുന്നു. ആമേൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമയത്തൊക്കെ എന്നെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഒത്തിരി പൈശാചിക പോരാട്ടങ്ങളിലൂടെ സ്നാനപ്പെടുന്നതിന് മുമ്പൊക്കെ പോയി അല്ലയോ? ആമേൻ. തീർച്ചയായിട്ടും. പറയാമെങ്കിൽ പറയാം. കാരണം മറ്റൊന്നുമല്ല, തലകറക്കം എന്നൊരു രോഗം എന്നെ പിടിപെട്ടു. അത് ഏറ്റവും വലിയ അതിനുശേഷമാണ് ഈ ക്യാൻസർ എന്ന രോഗം രണ്ടാമത് വരും. ആദ്യം തലകറക്കം എന്ന രോഗം. ഞാൻ സമയം പോയി എന്ന് വിചാരിച്ചാണ് ഞാൻ പറയാൻ. ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്നിട്ട് കിടക്കുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ താഴെ വീഴുന്ന ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കണ്ണൊക്കെ തുറന്നു നോക്കും. എന്റെ ദേശത്തുള്ള ആളുകളെല്ലാം, ദേശത്തുള്ള ആൾക്കും എന്റെ ബന്ധുക്കാരും എല്ലാം എനിക്ക് ചുറ്റും കട്ടിലിന്റെ കൊണ്ടിൽ ഇരിക്കുക. ഞാൻ ചോദിച്ചു ഒറ്റ കാര്യം, എന്താ പറ്റിയത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോകാൻ പറഞ്ഞു. പക്ഷെ തലകറങ്ങി വീണത് ഞാൻ അറിഞ്ഞില്ല. അന്ന് ആദ്യമായിട്ട് തലകറങ്ങി വീഴുന്നത്. തലകറങ്ങി അവർ നേരെ പാമ്പാടി ചെന്ന്, പാമ്പാടിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് മൊത്തം ടെസ്റ്റ് ചെയ്യാൻ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞാൻ കയറാത്തതായ മിഷൻ ഒന്നുമില്ല. കാരണം എല്ലാ മിഷനും ഞാൻ കയറും. എന്റെ തലമുടി നാര് തൊട്ട് ആരോഗ്യത്തിനകം പുറം മൊത്തം സ്കാൻ ചെയ്ത് എല്ലാം പരിശോധിച്ച് കുറെ കാശ് കയ്യിൽ പോയതല്ലാതെ ഡോക്ടർമാർ പറഞ്ഞ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ എനിക്ക് തന്ന ഒരേ ഒരു മരുന്ന് ഓക്സിറ്റോ 150 എന്ന് പറഞ്ഞ തലവേദനയുടെ ഗുളിക. ഞാൻ ചോദിച്ചു, ഇതെന്നാന്ന് ചോദിച്ചവൻ പറയും, തലവേദനയുടെ ഗുളിക, ഇത് കഴിച്ചാൽ. കാരണം ഡോക്ടർമാർ പറഞ്ഞു വേറെ അസുഖങ്ങളൊന്നും ഇല്ല. ശരീരത്തിൽ ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ചെക്കപ്പ് ചെയ്തതിന്റെ റിസൾട്ട് എല്ലാം കിട്ടി. അതിനൊന്നും ഒരു അസുഖവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. പിന്നെന്താ ഈ തലകറക്കം ഉണ്ടാകുന്നത് ചോദിച്ചു. അതുകൊണ്ട് ഈ ഗുളിക കഴിച്ചാൽ മതി. അങ്ങനെ തലകറക്കം ഉണ്ട്. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് തലകറക്കം ഉണ്ടായി മുന്നോട്ട് പോയാൽ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. 4 പേര് കൂടി നിൽക്കുന്നിടത്ത് പോകാൻ പറ്റും. കൂട്ടുകാർ ഒരു ബൈക്കേലോ ഒരു വാഹനത്തിലോ കൊണ്ടുവന്നു ഒരു കല്യാണം വായിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെല്ലാൻ പറ്റും. അതുപോലെ അറിയ. പിന്നെ അത് ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഒരു 5-6 വർഷം മുമ്പത്തെ കാര്യം പറയും. അപ്പൊ ആ സമയത്ത് അന്നേ വിധി എഴുതി മനു രോഗിയാണ്. പക്ഷെ തലകറക്കമെന്നല്ല ദേശത്തുള്ള ആളുകളും കൂട്ടുകാരും പറഞ്ഞു. അവർ പറഞ്ഞ ഒറ്റ കാര്യം, മനുവിന് ഫിക്സ് ആണ്, മനുവിന് ചുഴലിയാണ്, മനുവിന് അപസ്മാരം, മനുവിന് തലകറക്കമാണ്. പല ആളുകൾ പല പേരുകളിൽ. ഞാൻ ഓർത്ത് എന്ത് ഡോക്ടർമാരാ എന്റെ ദേശത്തുള്ളത്. കാരണം എല്ലാവർക്കും ഓരോ ഇത് മനസ്സിലായി എനിക്ക് എന്നെ അസുഖമെന്ന്. കാരണം അത് എല്ലാവരും അതുപോലെ. പക്ഷെ അതിലുപരി ഞാൻ എന്റെ സഹോദരനെ ജോലിക്ക് കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് തലകറക്കമുണ്ട്. പക്ഷെ ആ ബൈക്കിൽ നിന്ന് വീണെങ്കിലും ഒരു പോറൽ പോലും പറ്റാത്ത കർത്താവ് എന്നെ അവിടെ ശ്രദ്ധിച്ചിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞേ, ഞാൻ അവിടുന്ന് ബൈക്കിൽ യാത്ര ചെയ്ത് വരുന്നത് തൊട്ട് അടുത്തിരിക്കുന്ന 2 വീട്ടുകാർ കാണും. അവർ വീടിന്റെ മുന്നിൽ വർത്താനം പറഞ്ഞു. ഞാൻ അവിടെ വന്ന് വീണ് എന്റെ ഫോൺ എടുത്ത് അവർ അന്നേരം ആ ഫോണിൽ എന്റെ സഹോദരനെ വിളിച്ച സഹോദരൻ ജോലി സ്ഥലത്ത് നിന്ന് ഓടി വന്നു. ആ സഹോദരൻ എന്നെ അടുത്ത് വന്ന പെട്ടെന്ന് ഞാൻ നോർമലായി. സഹോദരന്റെ അടുത്ത് വന്നപ്പോഴേക്കും ആ സഹോദരനോട് അവിടെ ഇരുന്നവർ പറഞ്ഞ ഒറ്റ കാര്യം, മോനെ ആ പയ്യൻ അവിടുന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾ പതിയാ വന്നത്. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഇവിടെ ഒരു ലോഡ് കരിക്കല് വണ്ടിയെ കൊണ്ട് ഇറക്കിയിട്ടേ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഞങ്ങൾ ആദ്യം കണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ലോഡ് കരിക്കല് കൊണ്ടേ ഇറക്കിയിട്ടേ തിരിച്ച് ആ വണ്ടി നിങ്ങൾ ആ പയ്യൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഈ കരികലിന്റെ മുന്നിൽ ഒരു ലോഡ് പാറപ്പൊടി കൊണ്ടേ ഇറക്കി. ഈ കരികലിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇറക്കിയിരുന്നതാ പാറപ്പൊടി. അവർ ആ വണ്ടി തിരിച്ച് ആ കരികലിന്റെ പുറകിൽ കൊണ്ടുപോയിട്ട് ആ പയ്യൻ അവിടുന്ന് ഈ മോനെ കൊണ്ടുപോയി വിട്ടേച്ചു. ഈ പയ്യൻ അവിടുന്ന് ബൈക്കെ വിട്ട് സ്പീഡിൽ വരുമ്പോഴേക്കും ആ പയ്യന്റെ മുഖത്ത് എന്റെ ഇവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞു, ആ പയ്യന്റെ മുഖത്ത് എന്തോ ഒരു വ്യത്യാസം കാണുന്നുള്ളൂ, എന്തോ ഒന്ന് പറ്റുന്നുണ്ട്, പെട്ടെന്നൊന്ന് ഇറങ്ങി വരാൻ പറയും. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഈ പയ്യന്റെ മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് ബൈക്ക്
ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പാറപ്പൊടിയുടെ പുറത്ത് കയറി വണ്ടി കുത്തി. ആ പാറപ്പൊടിയുടെ പുറത്ത് വണ്ടി ഇടിച്ചത്. പക്ഷെ ഒറ്റ കാര്യം മോനെ ഞാനൊന്ന് പറയട്ടെ, നിന്റെ ഭാഗ്യം കൊണ്ടാണ്. കാരണം ആ ലോഡ് കരിങ്കല്ല് കൊണ്ടേ ഇറക്കി അവർ ആ പാറപ്പൊടി അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടേ ഇറക്കാൻ പറഞ്ഞു. അവരന്നേരം ആ വണ്ടി തിരിച്ച് ആ പാറപ്പൊടി കരിങ്കല്ലിന്റെ പുറകിൽ കൊണ്ടേ ഇറക്കി. നിനക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ പാറപ്പൊടിയെ കയറിയ സ്ഥാനത്ത് നീ ആ കരിങ്കല്ലിനകത്ത് കയറിയ. അങ്ങനെയെങ്കിൽ ഇന്ന് ഇതെല്ലാം സംഭവിക്കാറ്. നിനക്ക് ഭാഗ്യമുള്ളത് മാത്രം. എനിക്ക് വളരെ ഭയങ്കര ഇരുത്തായി. പിന്നെ എന്റെ ദേശത്തോട്ട് പണത്തി വന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്ന് തൊട്ട് കർത്താവിന്റെ ഒരു അനുഗ്രഹം, ഒരു പ്രൊട്ടക്റ്റ് വലയ നമ്മുടെ കൂടെ ഉണ്ട്. എനിക്കൊരു ഉറപ്പുണ്ടായി. മുമ്പോട്ട് തലകറക്കമുണ്ടായി. അങ്ങനെ രാത്രിയും പകലൊന്നുമില്ലാതെ നടന്നു പോകുമ്പോഴും എല്ലാം തലകറക്കമുണ്ടായി. അന്നേരം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രി 6ാം വാർഡിൽ കിടന്നു. 6ാം വാർഡിൽ കിടക്കുന്നത് അതിനെക്കുറിച്ച് എനിക്കും എന്റെ അമ്മയ്ക്കും അറിയാം. പക്ഷെ ഒറ്റ കാര്യമാണ്, 6ാം വാർഡ് ഡേഞ്ചർ ആയി കിടക്കുന്ന ആളുകളെ ഇരുന്ന വാർഡാണ് എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഞാൻ തലേ ദിവസം രാത്രിയിൽ ആഹാരം കഴിച്ച് കിടക്കും. രാത്രി ആഹാരം കഴിച്ച് അപ്പുറം ഇപ്പുറം വർത്താനം പറഞ്ഞ് ആളുകളോട് വർത്താനം പറഞ്ഞ് കിടക്കും. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കും. എന്റെ അമ്മ ഞാൻ കണ്ണു തുറക്കുന്നതിന് എന്നെ തട്ടി വിളിച്ചിട്ട് പറയുന്നത് ചെവി പറയുന്ന ഒറ്റ കാര്യം, മോനെ മനു പേടിക്കരുത്, ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു എന്നെ അമ്മേ കണ്ണു തുറക്കരുത്, അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ. ഞാൻ പറഞ്ഞു കണ്ണു തുറക്കത്തില്ല. പറഞ്ഞ നമ്മുടെ ഈ പൊട്ടിപ്പുറ കിടക്കുന്ന ബെറ്റേ കിടക്കുന്ന അപ്പച്ചൻ മരിച്ചു കിടക്കുക, കാടിയെല്ലാം കെട്ടിക്കിടക്കുക. നീ എഴുന്നേറ്റ് വരുമ്പോൾ അത് കണ്ട് പേടിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴേക്കും ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്ന അപ്പച്ചൻ ഇപ്രകാരം മരിച്ചു. ഒരു ദിവസം 3-4 പേരാ എന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന മരിക്കും. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഉപേക്ഷിച്ചവർ ആളുകൾ ഉപേക്ഷിച്ച വാദം അത്രയും ഡേഞ്ചറായി കിടക്കുന്ന വാദം എന്നും 4-5 മരണങ്ങളാണ് കിടക്കുന്നത്. എന്നെ അതുപോലെ ഭയപ്പെടുത്തി. അവസാനമായി എന്റെ ദേശത്തുള്ള ആളുകൾ ചില അമ്പലത്തിൽ പോയി, അല്ലെ ചില പള്ളിയിൽ പോയി, ഇന്നതുപോലെയൊക്കെ ചെയ്താൽ മതി, അതെല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞു. അനേകം പള്ളിയിൽ പോയി, അനേകം അമ്പലങ്ങളിൽ പോയി, അനേകം പൈസകൾ മുടക്കി, 10,000-20,000 രൂപ മുടക്കി, അനേകം സാമ്പത്തികങ്ങൾ മുടക്കി, അനേകം പൂജാരിമാരുടെ അടുക്കൽ ചെന്ന്, അനേകം ആളുകളുടെ അടുക്കൽ ചെന്ന് എല്ലാം ചെയ്തിട്ടും ഈ പൈസ പോകുന്നതല്ലാതെ ഈ രോഗത്തിന് ഒരു മാറ്റവും ഇല്ല. ഡോക്ടർക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് മനുവിനൊരു രോഗമില്ല, മനുവിനൊരു രോഗമില്ല. അവസാനം അതിനെല്ലാം ഒരു മാറ്റം. ദൈവത്തിന്റെ വേലയിലേക്ക് ഇറങ്ങി വചനം എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആ ദിവസത്തിൽ 3-4 പ്രാവശ്യം തലകറക്കം. അതിന്റെ എണ്ണം കുറയാൻ തുടങ്ങി. ഒരു ദിവസം 4 പ്രാവശ്യം തലകറക്കം, അത് 2 പ്രാവശ്യം. പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രാവശ്യമായി. പിന്നീട് അത് മാസത്തിൽ 2-3 മാസത്തിൽ ഒരിക്കലെങ്കിലും വന്നെങ്കിൽ എന്റെ ദേശക്കാരെല്ലാം എന്നെ ഉപേക്ഷിച്ചു. അവനെ ഇനി പണിക്ക് കൊണ്ടുപോകണം, അവനെ നമ്മളോടെ കൊണ്ടുപോകണം. കാരണം അവന് ചുടലിയ, അവന് ഫിക്സ, അവൻ അപസ്മാരമാണ്, അവൻ മാനസിക രോഗി, അവൻ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ല. അവനെ നമ്മളെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിയാൽ നമ്മളായിരിക്കും ഉത്തരവാദികൾ. പക്ഷെ ഇന്ന് എനിക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യം, അങ്ങനെ പറഞ്ഞ ആളുകൾ തന്നെ എന്റെ അടുക്കൽ തന്നെ എന്നോട് പറയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാത്തിനും കാരണം ഈ പുസ്തകം. അതേ എനിക്കറിയാം. കാരണം ആ സമയങ്ങളിൽ പലപ്പോഴും എന്നെ വിളിച്ച് പ്രയർ റിക്വസ്റ്റ് പറയുമ്പോൾ ഈ വിഷയങ്ങൾ പറയുമായിരുന്നു. ചില പൈശാചിക പോരാട്ടങ്ങളെക്കുറിച്ച് പറയുമായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു, കർത്താവിൻ്റെ സാക്ഷിയാക്കി നിർത്തി. കുടുംബത്തെ ദൈവം വിടുവിച്ചു. കുടുംബത്തിൻ്റെ അകത്തല്ലേ മനുതന്നെ പറഞ്ഞു, വളരെ താറുമാറായ അവസ്ഥയായിരുന്നു. ആ അവസ്ഥകളൊക്കെ മാറ്റി കുടുംബത്തിൻ്റെ അകത്തുണ്ടായിരുന്ന എല്ലാ താറുമാറായ പൈശാചിക പ്രവർത്തനങ്ങളെ മാറ്റി ദൈവം സ്വതന്ത്രമാക്കി. ഇനി ഒത്തിരി പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് അനുഗ്രഹമാക്കി നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വസ്തയോട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇനി ഓടുവാൻ ധാരാളമുണ്ട്. ശുശ്രൂഷയുടെ ഒക്കെ ആരംഭ സമയങ്ങളാണ്. അനേകർക്ക് പ്രയോജനപ്പെടട്ടെ, അനുഗ്രഹമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുക. നല്ല ഭാവിയും നല്ല ശുശ്രൂഷ അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യാൻ വിശ്വസ്തനാണ്. നമുക്ക് നമ്മുടെ സൂമിലും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ ഈ വീഡിയോ കാണുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ മനു തന്നെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സൗഖ്യദായക ശക്തി, വിടുതലിൻ്റെ ശക്തി അവർക്കായിട്ട് ഇന്ന് രാത്രി ഒന്ന് വെളിപ്പെടുവാനിടയായി തീരട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കരുണാമയനുമായി ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുക. ഇനി സന്ധ്യാസമയം അപ്പ ഹല്ലേലൂയ ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്തവരെല്ലാം കർത്താവിന്റെ കരങ്ങൾ ലഭിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഒരു വൻ കരം അവിടെ ചരിക്കണമെന്ന് അപ്പ നന്ദിയോടെ സ്തുതിക്കുന്നു.
കർത്താവെ അപ്പ അവിടത്തേക്ക് അസാധ്യമായി യാതൊന്നും. എന്റെ ഈ ടെസ്റ്റ് മണി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവർ ഭാരപ്പെടുന്ന വിഷയത്തിന് ഒന്ന് തുറന്നു പറയാൻ പോലും സാധിക്കാത്തത് അല്ലെ അവർ ഹൃദയത്തിൽ അവർ വിഷമിപ്പിക്കുന്ന ഏത് കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ഈ മീറ്റിംഗ് കർത്താവെ ദൈവത്തിന്റെ ഒരു വലിയ കരം അവിടെ സ്പർശിക്കണമെന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഒരുമനപ്പെട്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന്റെ ഒരു വൻ കരം അവിടെ ഇറങ്ങണം പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹത്തിൽ പത്രോസ് കിടന്നപ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. എവിടെയൊക്കെ ഇരുന്ന ആളുകൾ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ദൂതൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് പത്രോസിനെ വിടുവിക്കാൻ ആ കാരാഗ്രഹത്തിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് ഈ ഭവനത്തിൽ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തവരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന അവർ ഇരിക്കുന്ന സ്ഥാനത്ത് ദൂതനിറങ്ങി അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ അവർ ചഞ്ചലപ്പെടുന്ന അവർ സങ്കടപ്പെടുന്ന ആ വിഷയത്തിന് മേൽ ഇന്ന് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് ഏത് പ്രശ്നങ്ങളായിക്കോ, ഏത് പ്രതികൂലങ്ങളായിക്കോ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ആരൊക്കെ തള്ളി മാറ്റിക്കോട്ടെ, ആരൊക്കെ നടക്കത്തില്ല, അവസാനിച്ചു എന്ന് പറഞ്ഞോട്ടെ, പക്ഷെ ഇന്ന് അവസാനിച്ചതിനെ ആരംഭിക്കുവാൻ തുടങ്ങും. വെളിപ്പാട് 3:8 പറഞ്ഞത് വാതിൽ തുറക്കാൻ പോവുകയാണ്. നിനക്ക് മുമ്പായി ഞാനൊരു വാതിൽ തുറന്നേ, അത് ആർക്കും ഇനി അടയ്ക്കാൻ സാധിക്കും. ഇന്ന് ഒരു വലിയൊരു ഡെലിവറൻസ് ഇറങ്ങാക്കും. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാകും. അവരുടെ പുതിയ വാടികളെ തുറക്കാൻ പോകും. അതുകൊണ്ട് ഇന്ന് ശക്തമായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വൻകരം അവിടെ ചരിക്കുന്നതിനോർത്ത് സ്തോത്രം ചെയ്യാൻ. അതുപോലെ തന്നെ ഈ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസനായി കൂടെ നിൽക്കുന്ന ബ്രദർമാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വൻകരം അവരുടെ മേൽ ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകം ടെസ്റ്റ് മണികളും അനേകം മെസ്സേജുകളും കേൾക്കാൻ ദൈവം അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കും. ഈ മിനിസ്ട്രി വലിയ നിറവോടെ അനേകം ഉയരത്തിൽ നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ സാന്നിധ്യം ഈ മിനിസ്ട്രി മേലിറങ്ങും. ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. അനേകം ഘട്ടങ്ങൾ, ഗ്രാമങ്ങൾ, രാജ്യങ്ങൾ സന്തോഷിക്കാനും അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ ഭവനത്തിനായി പ്രാർത്ഥിക്കുന്നു, പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു, ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. അവർ ഒരു മേഖലയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ എല്ലാ കർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മീറ്റിംഗിന്റെ ആദ്യം തന്നെ ക്വയറായി ബദർമാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വൻകരം അവരുടെ മേൽ ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുൻപോട്ടുള്ള ജീവിതം വലിയ അനുഗ്രഹവും ഉയർച്ചയുമായി തീർന്നു പ്രാർത്ഥിക്കുന്നു. അവരുടെ ക്വയറുകളും അനേകം രാജ്യങ്ങളിൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായ കൃപ കൂടെ ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധമായ കൃപയാൽ നിറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മളെല്ലാവരുടെ മേൽ പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ മനുവിൻ്റെ മേൽ, തൻ്റെ പ്രിയമുള്ളവരുടെ മേൽ, തൻ്റെ ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. അടക്കട്ടെ. ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യമോടെ പ്രിയ മനു നന്ദി പറയുക. നമ്മുടെ സൂമിലൂടെ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആസാദി ചാനലിലൂടെ ഈ പ്രോഗ്രാം കാണുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. God bless you. Amen. Thank you for watching. God bless you.